ഭൂമിയിൽ പ്രകൃതി നിങ്ങളെ എല്ലാ രീതിയിലും കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ശ്രമിക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ മരണം ഉറപ്പുവരുത്തുന്ന സ്ഥലം. രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്ത, കരുണയില്ലാത്ത, സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തുന്ന, രണ്ടാമതൊരവസരം പോലും തരാത്ത ഒരു നീചമായ സ്ഥലം. ഇതാണ് അന്റാർട്ടിക്ക. -90°C വരെ താപനില കുറയുന്ന അന്റാർട്ടിക്കയിൽ നമ്മുടെ എക്സ്പോസ്ഡ് ആയ തൊലിയൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ ഉറഞ്ഞു പോകും. ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ നേരം ചിലവഴിച്ചാൽ തീവ്രമായ തണുപ്പ് നമ്മുടെ തലച്ചോറിനെ പോലും പ്രവർത്തനരഹിതമാക്കി കളയും. സ്വന്തം വിയർപ്പ് പോലും മഞ്ഞ് കട്ടകളായി മാറി നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കും. അബദ്ധത്തിലെങ്ങാനും ഇവിടുത്തെ വെള്ളത്തിൽ വീണുപോയാൽ ഒന്ന് അലറി വിളിക്കാൻ പോലും സമയം കിട്ടില്ല. അതിനു മുന്നേ നിങ്ങൾ മരവിച്ച് മരിച്ചു പോകും. എത്ര കരുത്തനായ മനുഷ്യനും വേണ്ടത്ര മുൻകരുതലില്ലാതെ ഇവിടെ പോയാൽ മരണം ഉറപ്പാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ നരകം തന്നെയാണ് അന്റാർട്ടിക്ക. എന്നാൽ 1914 ഒരു കൂട്ടം മനുഷ്യരെ ഈ മരവിച്ച നരകത്തിലേക്ക് കപ്പൽ കയറി. പക്ഷേ അവര് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭ്രാന്തമായ, അവിശ്വസനീയമായ അതിജീവന കഥയുടെ ഭാഗമാകാൻ പോവുകയാണെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. അന്റാർട്ടിക്കയിൽ എത്തിയപ്പോൾ അവരുടെ കപ്പൽ തകർന്നുപോയി. അവരുടെ ലോകം അവർക്ക് മുന്നിൽ മുങ്ങി. വർഷങ്ങളോളം കാലം അവര് അന്റാർട്ടിക്കയിൽ കുടുങ്ങിക്കിടന്നു. സാധാരണ ഏതൊരു മനുഷ്യനും ഈ സാഹചര്യത്തിൽ മരിച്ചുപോകും. എന്നാൽ ഈ ധീര മനുഷ്യര് മരണത്തിന് മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറായിരുന്നില്ല. മരണം മുന്നിൽ വന്ന് നിന്നപ്പോഴും അവരെ പ്രതീക്ഷ കൈവിടാതെ പോരാടി. ഇത് വെറുമൊരു അതിജീവന കഥയല്ല, അസാധ്യമായതിനെ സാധ്യമാക്കി തീർത്ത ഐതിഹാസികമായ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ്. ഇതാണ് എൻഡ്യൂറൻസ് എക്സ്പെഡീഷൻ, മരണത്തെ പോലും വെല്ലുവിളിച്ച മനുഷ്യരുടെ കഥ. 1874 അയർലൻഡിലാണ് ഏണസ്റ്റ് ഷാക്കിൾട്ടൺ ജനിക്കുന്നത്. പ്രശസ്തരായ പല പര്യവേഷകരെയും പോലെ അദ്ദേഹം തന്റെ കുട്ടിക്കാലം മുഴുവൻ അന്റാർട്ടിക്കയെ മാത്രം സ്വപ്നം കണ്ടല്ല വളർന്നത്. സാഹസികത, അജ്ഞാതമായവ, ഭൂപടങ്ങളിലെ ശൂന്യമായ സ്ഥലങ്ങൾ, ചക്രവാളത്തിനപ്പുറം എവിടെയോ അവിശ്വസനീയമായ കണ്ടെത്തലുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന തോന്നൽ, ഇതൊക്കെയാണ് ഷാക്കിൾട്ടന്റെ കുട്ടിക്കാലത്തെ ആകർഷിച്ചത്. 16 വയസ്സായപ്പോൾ ഷാക്കിൾട്ടൺ സ്കൂൾ വിട്ട് വ്യാപാര നാവികസേനയിൽ ചേർന്നു. ആ പ്രായത്തിലുള്ള ബാക്കി എല്ലാവരും കരിയറിനെയും സ്ഥിരതയെയും കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷാക്കിൾട്ടൺ സമുദ്രങ്ങൾ കടക്കുകയായിരുന്നു. അടുത്ത 10 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ചു. തീവ്രമായ കൊടുങ്കാറ്റുകൾ, വിദേശ തുറമുഖങ്ങൾ, കടലിൽ ജീവിക്കുന്ന നീണ്ട മാസങ്ങൾ, അപകടങ്ങൾ, ഒറ്റപ്പെടലുകൾ, അങ്ങനെ 10 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം എല്ലാം അനുഭവിച്ചു. ഷാക്കിൾട്ടൺ യഥാർത്ഥത്തിൽ ഇതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. 19ാം നൂറ്റാണ്ട് അവസാനിച്ചപ്പോൾ ലോക പര്യവേഷണം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ലോകത്തിന്റെ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ മനുഷ്യരാശി പര്യവേഷണം ചെയ്തു കഴിഞ്ഞു. ഇനി കണ്ടെത്താൻ മറഞ്ഞിരിക്കുന്ന പുതിയ ഭൂഖണ്ഡങ്ങളൊന്നുമില്ല, ഒന്നൊഴികെ. ഭൂമിയുടെ അടിത്തട്ടിലെ വിശാലമായ മരവിച്ച മരുഭൂമി, അതാണ് അന്റാർട്ടിക്ക. അന്നേ വരെ മനുഷ്യരാശിക്ക് കീഴടക്കാൻ കഴിയാത്ത ലോകത്തിലെ അവസാനത്തെ വലിയ അതിർത്തി. അധികം താമസിയാതെ ഷാക്കിൾട്ടന് അങ്ങോട്ട് പോകാൻ ഒരു അവസരം ലഭിച്ചു. 1901 ഡിസ്കവറി എന്നൊരു പര്യവേഷണ യാത്രയിൽ ഷാക്കിൾട്ടൺ ജോയിൻ ചെയ്തു. ബ്രിട്ടീഷ് റോയൽ നേവി ഉദ്യോഗസ്ഥനും പര്യവേഷകനുമായ റോബർട്ട് ഫാൽക്കൺ സ്കോട്ടാണ് ഈ പര്യവേഷണം നയിച്ചത്. അന്റാർട്ടിക്കയെ പര്യവേഷണം ചെയ്യുക എന്നതായിരുന്നു ഈ യാത്രയുടെ ദൗത്യം. അന്റാർട്ടിക്ക എന്നത് അന്നത്തെ കാലത്ത് വളരെ വലിയൊരു നിഗൂഢതയായിരുന്നു. അന്റാർട്ടിക്കയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്ന കാലം. സൗത്തിലേക്കുള്ള ഓരോ യാത്രയും അജ്ഞാതമായ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനുള്ള പ്രയാണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാക്കിൾട്ടന് ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവസരമായി തോന്നി. 1902 അവര് അന്റാർട്ടിക്കയിലെത്തി. അന്റാർട്ടിക്കയുടെ തീരപ്രദേശങ്ങൾ മാപ്പ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി 1 വർഷം അന്റാർട്ടിക്കയിൽ ചിലവഴിച്ച ശേഷം തിരിച്ചു പോകാമെന്നാണ് അവര് പ്ലാൻ ചെയ്തത്. പക്ഷേ സാഹചര്യങ്ങൾ വളരെ ക്രൂരമായിരുന്നു. താപനില ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ ഒരുപാട് താഴെയായി. കപ്പൽ മഞ്ഞിലുറഞ്ഞു പോയത് കാരണം അവര് 2 വർഷം അന്റാർട്ടിക്കയിൽ കുടുങ്ങി. ഭക്ഷണം തീരെ പരിമിതമായിരുന്നു. മഞ്ഞിലൂടെ ഭാരമേറിയ സ്ലഡ്ജുകളും വലിച്ചിഴച്ചുകൊണ്ടാണ് അവര് പര്യവേഷണം ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. ഓരോ കിലോമീറ്ററും പ്രകൃതിയുമായുള്ള ഒരു യുദ്ധമായിരുന്നു. ഒടുവിൽ സ്കോട്ടും ഷാക്കിൾട്ടനും പിന്നെ എഡ്വാർഡ് എന്ന മറ്റൊരാളും ചേർന്ന് കഴിയുന്നത്രയും സൗത്ത് പോളിലേക്ക് പോകാൻ ശ്രമിച്ചു. സൗത്ത് പോളിന്റെ ഏറ്റവും അകലെ എത്തിയെന്ന പണ്ടത്തെ റെക്കോർഡും തകർത്തുകൊണ്ട് അവര് 300 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം മുന്നോട്ടു പോയി. എന്നിരുന്നാലും ആ യാത്ര 3 പേരെയും അവരുടെ ശാരീരിക പരിധികളിലേക്ക് തള്ളിവിട്ടു. പട്ടിണിയും ക്ഷീണവും കാരണം മുന്നോട്ടുള്ള യാത്ര അസാധ്യമാണെന്നും മനസ്സിലായി. ഷാക്കിൾട്ടന്റെ ആരോഗ്യസ്ഥിതി തീരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ സൗത്ത് പോളിലെത്തുന്നതിന് മുന്നേ അവര് തിരികെ പോയി.
ശേഷം 1904 മഞ്ഞിൽ നിന്നും അവരുടെ കപ്പൽ മോചിക്കപ്പെട്ടു. അങ്ങനെ അവര് പര്യവേഷണം അവസാനിപ്പിച്ച് തിരികെ വന്നു. അന്റാർട്ടിക്ക എത്രത്തോളം നിഷ്ഠുരമാണെന്ന് ഷാക്കിൾട്ടൺ ഉൾപ്പെടെ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞു. മിക്ക ആളുകൾക്കും പര്യവേഷണം എന്ന സ്വപ്നം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇങ്ങനൊരനുഭവം തന്നെ മതിയാകും. പക്ഷെ ഷാക്കിൾട്ടന് അങ്ങനെ തോന്നിയില്ല. അന്റാർട്ടിക്ക അദ്ദേഹത്തിന്റെ തലയ്ക്കുള്ളിൽ കയറി. ഭയപ്പെടുത്തുന്നതിന് പകരം അന്റാർട്ടിക്ക അദ്ദേഹത്തെ കൂടുതൽ ആഗ്രഹിപ്പിക്കുകയാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും അന്റാർട്ടിക്ക കീഴടക്കണമെന്ന തീവ്രമായ ആഗ്രഹം. 1907 ഷാക്കിൾട്ടൺ സ്വന്തമായി അന്റാർട്ടിക്കയിലേക്കൊരു പുതിയ പര്യവേഷണ യാത്ര നടത്തി. നിമ്രോഡ് എക്സ്പെഡീഷൻ എന്നാണ് ഈ പര്യവേഷണത്തിന് നൽകിയ പേര്. 45ഓളം പേരെയും കൊണ്ടാണ് യാത്ര ചെയ്തത്. ഈ പര്യവേഷണമാണ് അദ്ദേഹത്തെ വെറും ഒരു പര്യവേഷകനിൽ നിന്നും ഒരു ഇതിഹാസമാക്കി മാറ്റിയത്. അക്കാലത്ത് സൗത്ത് പോളിലെത്തുക എന്നതായിരുന്നു പര്യവേഷണ രംഗത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. ഡിസ്കവറി പര്യവേഷണത്തിൽ സംഭവിച്ചതുപോലെ പലരും സൗത്ത് പോളിന്റെ വളരെ സമീപത്ത് പോയിട്ടുണ്ടെങ്കിലും അന്നേ വരെ ആർക്കും സൗത്ത് പോളിലെത്താൻ സാധിച്ചിട്ടില്ല. അത് ശരിക്കും സാധ്യമാണോ എന്ന് പോലും പലരും സംശയിച്ചു. അങ്ങനെ ആദ്യമായി സൗത്ത് പോളിലെത്തണമെന്നതായിരുന്നു നിമ്രോഡ് പര്യവേഷണത്തിന് പിന്നിലെ ഷാക്കിൾട്ടന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. 1908 ജനുവരിയിൽ അവര് അന്റാർട്ടിക്കയിലെത്തി. ഒരു വർഷത്തിൽ കൂടുതൽ കാലം അവര് പര്യവേഷണം നടത്തി. ഈ പര്യവേഷണം അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിച്ചു. അവര് ഒരു മോട്ടോർ വാഹനവും കൂടെ കൊണ്ടാണ് വന്നത്. അങ്ങനെ അന്റാർട്ടിക്കയിൽ ആദ്യമായി മോട്ടോർ വാഹനം ഓടിച്ചത് ഇവരാണ്. ഒരു സംഘം പേര് എരിബസ് എന്നൊരു ഭീമൻ പർവ്വതത്തിൽ കയറി. അന്റാർട്ടിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് എരിബസ്. മറ്റൊരു സംഘം മാഗ്നറ്റിക് പോളിലെത്തി. ഷാക്കിൾട്ടൺ ആണെങ്കിൽ വേറൊരു സംഘവുമായി ശരിക്കുമുള്ള സൗത്ത് പോളിലേക്ക് പോയി. അവര് പണ്ടത്തെ സകല റെക്കോർഡ്സും കടന്ന് സൗത്ത് പോളിന്റെ കൂടുതൽ സമീപത്തെത്തി. ഇത്തവണ തീർച്ചയായും സൗത്ത് പോളിൽ എത്താൻ കഴിയുമെന്ന് ഷാക്കിൾട്ടൺ ഉറപ്പിച്ചു. എന്നാൽ ധ്രുവത്തോടടുക്കുന്തോറും കാര്യങ്ങൾ കൂടുതൽ അപകടമായിക്കൊണ്ടിരുന്നു. ഭക്ഷണ സാധനങ്ങളെല്ലാം കുറഞ്ഞു. കൂടെയുള്ളവർ ഓരോ ദിവസവും ദുർബലമാവുകയാണ്. താപനില കൂടുതൽ ക്രൂരമായി. ഓരോ ചുവടും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നി. ഒടുവിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇനി മുന്നോട്ട് പോയാൽ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുമെന്ന് ഷാക്കിൾട്ടന് മനസ്സിലായി. ആ കാലഘട്ടത്തിലെ ഏകദേശം എല്ലാ പര്യവേഷകരും പ്രതാപത്തിലും പ്രശസ്തിയിലും വിജയത്തിലും മാത്രം കണ്ണുള്ളവരായിരുന്നു. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടായാലും കൂടെയുള്ളവരെ എല്ലാം ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നാലും എങ്ങനെയെങ്കിലും ദൗത്യം പൂർത്തിയാക്കി പ്രശസ്തിയും പ്രതാപവും നേടണമെന്നാണ് അന്ന് ഒട്ടുമിക്ക പര്യവേഷകരും ചിന്തിച്ചിരുന്നത്. അങ്ങനെ പര്യവേഷണം ചെയ്ത് ജീവൻ നഷ്ടപ്പെടുന്നത് അന്ന് സർവ്വസാധാരണമായ കാര്യമായിരുന്നു. എന്നാൽ ഷാക്കിൾട്ടൺ വ്യത്യസ്തനാണ്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള കഴുതയാണ് നല്ലതെന്ന് പിന്നീട് അദ്ദേഹം തന്റെ ഡയറിയിൽ എഴുതി. അതായത് മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് പരാജയമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനാൽ സൗത്ത് പോളിൽ നിന്നും വെറും 150 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ തിരികെ പോകാമെന്ന് ഷാക്കിൾട്ടൺ തീരുമാനിച്ചു. ഓർക്കുക, 2.5 മാസങ്ങളോളം കാലം വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ അത്രയും ദൂരം എത്തിയത്. ഷാക്കിൾട്ടന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഒരുപക്ഷെ തിരികെ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് സൗത്ത് പോളിൽ എത്താമായിരുന്നു. പക്ഷെ എന്നിട്ടും കൂടെയുള്ളവരെ സംരക്ഷിക്കാനായി തിരികെ പോകാമെന്ന് അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹത്തിന്റെ സന്മനസ്സിനെയാണ് കാണിച്ചു തരുന്നത്. തിരികെ വരുന്ന വഴിക്ക് എല്ലാവരും തീരെ അവശരായി. ആഹാരമെല്ലാം ഏകദേശം തീരാറായി. ഒരൊറ്റ ബിസ്ക്കറ്റ് നഷ്ടമായാലും ഒരുപക്ഷെ വിശന്നും മരിച്ചു പോകാമെന്ന അവസ്ഥയിലായിരുന്നു അവര്. എന്നിട്ട് പോലും ഫ്രാങ്ക് വൈൽഡ് എന്നൊരു പര്യവേഷകൻ തീരെ അവശനായപ്പോൾ ഷാക്കിൾട്ടൺ സ്വന്തം ആഹാരം ഫ്രാങ്കിന് നൽകി. അന്ന് അദ്ദേഹം നൽകിയ ആഹാരത്തിന് എത്ര കാശ് നൽകിയാലും മതിയാകില്ലെന്ന് പിന്നീട് ഫ്രാങ്ക് തന്റെ ഡയറിയിൽ എഴുതി. യഥാർത്ഥത്തിൽ ഫ്രാങ്കിന്റെ ഡയറി കാരണമാണ് ഇത് പുറം ലോകം അറിയുന്നത് പോലും. കാരണം ഇങ്ങനൊരു കാര്യം ചെയ്തതായി ഷാക്കിൾട്ടൺ ഒരിടത്തും കൊട്ടിഘോഷിച്ചിട്ടില്ല. ഷാക്കിൾട്ടൺ എത്ര വലിയ മഹത്തായ ഒരു നേതാവാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അന്ന് ഷാക്കിൾട്ടന്റെ കൂടെ അന്റാർട്ടിക്കയിൽ പോയ എല്ലാവരും സേഫായി തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആഘോഷിക്കപ്പെട്ടു. സൗത്ത് പോളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിമ്രോഡ് എക്സ്പെഡീഷന്റെ മറ്റ് നേട്ടങ്ങളും പിന്നെ ഷാക്കിൾട്ടന്റെ മഹത്തായ മനസ്സും കണ്ട എഡ്വേർഡ് 7ാമൻ രാജാവ് ഷാക്കിൾട്ടന് നൈറ്റ് പദവി നൽകി ആദരിച്ചു. അങ്ങനെ അദ്ദേഹം സർ ഏണസ്റ്റ് ഷാക്കിൾട്ടനായി. അതോടെ ഷാക്കിൾട്ടൺ ഒരു ദേശീയ നായകനുമായി. ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചാൽ സാധാരണഗതിയിൽ ആരായാലും പിന്നെ പര്യവേഷണത്തിൽ നിന്നും വിരമിക്കും. ശേഷമുള്ള കാലമത്രയും തന്റെ സാഹസികതകളുടെ കഥകളും പാടി നടക്കും. എന്നാൽ ഷാക്കിൾട്ടൺ സാധാരണ മനുഷ്യനായിരുന്നില്ല. അന്റാർട്ടിക്ക അടങ്ങാത്ത ആഗ്രഹമായി അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 1911 സൗത്ത് പോളിലേക്കുള്ള മത്സരം അവസാനിച്ചു. കാരണം നോർവെയ്യൻ പര്യവേഷകനായ റൊവാൾഡ് അമണ്ട്സന്റെ നേതൃത്വത്തിൽ 1911 ഡിസംബറിൽ ഒരു സംഘം പേര് ആദ്യമായി സൗത്ത് പോളിലെത്തി.
തൊട്ടു പിന്നാലെ സ്കോട്ടും സൗത്ത് പോളിലെത്തി. അങ്ങനെ ആദ്യമായി സൗത്ത് പോളിൽ എത്തുക എന്ന തന്റെ ആഗ്രഹം ഒരിക്കലും ഷാക്കിൾട്ടന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പക്ഷേ അതോർത്ത് ജീവിതം പാഴാക്കാൻ ഷാക്കിൾട്ടൺ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ പുതിയൊരു വെല്ലുവിളി തെളിഞ്ഞു. 1914 സർ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ പുതിയൊരു ജൈത്രയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന്റെ ലക്ഷ്യം സൗത്ത് പോളിൽ എത്തുന്നതായിരുന്നില്ല. അത് ഓൾറെഡി മറ്റുള്ളവർ കരസ്ഥമാക്കിയല്ലോ. അതിനാൽ അന്റാർട്ടിക്കയുടെ ഒരു വശത്തു നിന്നും മറുവശത്തിൽ എത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ ലക്ഷ്യം. പക്ഷെ ഇത് സൗത്ത് പോളിൽ എത്തുന്നതിനേക്കാൾ ഒരുപാട് വലിയ വെല്ലുവിളിയാണ്. ആരും തന്നെ ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇത് സാധ്യമാക്കാൻ കഴിയുമോ എന്ന് പോലും ആർക്കും അറിയില്ല. ഈ ദൗത്യത്തിൽ ഭൂമിയിലെ ഏറ്റവും തീവ്രമായ ആവാസ വ്യവസ്ഥയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും. പരാജയം ഏകദേശം സുനിശ്ചിതമാണ്. ജീവനോട് തിരിച്ചു വരാൻ പോലും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഷാക്കിൾട്ടന് ഈ ആശയം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം കാശ് സ്വരൂപിക്കാൻ തുടങ്ങി. പര്യവേഷണ യാത്രകളെല്ലാം വളരെ ചിലവേറിയതാണ്. പുതിയ കപ്പൽ വാങ്ങണം, പലവിധമായ ഉപകരണങ്ങൾ വാങ്ങണം, എല്ലാവർക്കും വേണ്ട ആഹാരം ശേഖരിക്കണം. എല്ലാത്തിനും പുറമെ ഒരു കൂട്ടം ആൾക്കാർ വേണം. ജനുവരിയിൽ തന്നെ അദ്ദേഹത്തിന് നോർവേയിൽ നിന്നും ഒരു കപ്പൽ കിട്ടി. ധ്രുവങ്ങളിലെ മഞ്ഞുപാളികളെ ചെറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കപ്പൽ. അതാണ് എൻഡ്യൂറൻസ്. ശേഷം അദ്ദേഹം ക്രൂ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഈ ദൗത്യത്തിന് സാധാരണ പര്യവേഷകരും നാവികരും മതിയാകില്ല. മാസങ്ങളോളം നീണ്ട പൂർണ്ണമായ അന്ധകാരവും ഏകാന്തതയും കഷ്ടപ്പാടുകളും പട്ടിണിയും അങ്ങനെ എന്തും സഹിക്കാൻ പറ്റുന്നവരായിരിക്കണം. എല്ലാത്തിനുമുപരി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ പോലും മനസ്സുള്ളവരായിരിക്കണം. അതിനാൽ അന്ന് ഷാക്കിൾട്ടൺ ഒരു പത്രപരസ്യം നൽകി. അപകടകരമായ യാത്രയ്ക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. തുച്ഛമായ ശമ്പളവും കൊടും തണുപ്പും പൂർണ്ണമായ ഇരുട്ടു നിറഞ്ഞ മാസങ്ങളുമൊക്കെ ആയിരിക്കും. സുരക്ഷിതമായ തിരിച്ചുവരവ് സംശയമാണ്. ഒരുപക്ഷെ വിജയിച്ചാൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കും. ഇതായിരുന്നു പരസ്യം. പക്ഷെ ഈ പരസ്യം വെറും ഒരു മിത്തായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തെന്നാൽ ഷാക്കിൾട്ടൺ ശരിക്കും ഇങ്ങനൊരു പരസ്യം നൽകിയിട്ടുള്ളതിന്റെ യാതൊരു ചരിത്ര രേഖകളുമില്ല. അതുമാത്രമല്ല, ഇങ്ങനൊരു പരസ്യം നൽകേണ്ട ആവശ്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഓൾറെഡി ഒരു നാഷണൽ സെലിബ്രിറ്റി ആയിരുന്നു. അങ്ങനെ ഒരാളുടെ ദൗത്യത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് പലരും കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ദൗത്യത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പേര് അപ്ലൈ ചെയ്തു. ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിൽ ഷാക്കിൾട്ടന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. സ്കില്ല് നോക്കി മാത്രം ആൾക്കാരെ എടുക്കുന്നതിന് പകരം ഏറ്റവും പ്രധാനമായും വ്യക്തിത്വത്തിനാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയിരുന്നത്. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കഴിവുകൾ പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഒന്നാണ്. എന്നാൽ നല്ല വ്യക്തിത്വമില്ലാത്ത ഒരാള് അന്റാർട്ടിക്കയേക്കാൾ അപകടകാരിയായിരിക്കും. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലരുണ്ട്. ഒന്ന്, ഫ്രാങ്ക് വോഴ്സ്ലെ. വളരെ മികച്ച നാവികനായ ഇദ്ദേഹമാണ് എൻഡ്യൂറൻസിന്റെ ക്യാപ്റ്റൻ. 2, ടോം ക്രിയാൻ. നിരവധി അന്റാർട്ടിക് പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹം ഒരിക്കലും തകർക്കാനാകാത്ത ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരുന്നു. 3, ഫ്രാങ്ക് വൈൽഡ്. ഷാക്കിൾട്ടന്റെ ഏറ്റവും വിശ്വസ്തനായ വലം കൈ. ഷാക്കിൾട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇദ്ദേഹമാണ് പിന്നെ ദൗത്യം നിയന്ത്രിക്കേണ്ടത്. 4, ഹെൻറി മെക്നിഷ്. അതിസമൃദ്ധനായ ഒരു ആശാരിയാണ് ഇദ്ദേഹം. ഇദ്ദേഹമില്ലായിരുന്നെങ്കിൽ എൻഡ്യൂറൻസ് എക്സ്പെഡീഷനിലെ എല്ലാവരും അന്റാർട്ടിക്കയിൽ കിടന്ന് മരിക്കുമായിരുന്നു. അവസാനമായി ഫ്രാങ്ക് ഹെർലെ. ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇദ്ദേഹം പകർത്തിയ ചിത്രങ്ങളില്ലായിരുന്നെങ്കിൽ ഈ അത്ഭുതാവഹമായ അതിജീവന കഥയുടെ ഭൂരിഭാഗവും ഒരിക്കലും പുറം ലോകം അറിയില്ലായിരുന്നു. ഈ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരെയാണ്. ഇവർക്ക് പുറമെ 22 പേരെയും കൂടെ ഷാക്കിൾട്ടൺ തിരഞ്ഞെടുത്തു. അങ്ങനെ ദൗത്യത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തു. ജൂണിൽ ആർച്ച് ഡ്യൂക്കായ ഫ്രാൻസ് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടു. അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ 1-ാം ലോക മഹായുദ്ധം തുടങ്ങി. യുദ്ധത്തിനു വേണ്ടി തന്റെ ദൗത്യം ക്യാൻസൽ ചെയ്യാനും ശേഖരിച്ചു വെച്ച എല്ലാ റിസോഴ്സസും കപ്പലുമൊക്കെ ഗവൺമെന്റിന് നൽകാമെന്നും ഷാക്കിൾട്ടൺ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിച്ചു. എന്നാൽ ഗവൺമെന്റ് ദൗത്യം തുടരാനാണ് പറഞ്ഞത്. അങ്ങനെ ദശലക്ഷക്കണക്കിന് പേര് യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുന്ന സമയം ഷാക്കിൾട്ടനും കൂട്ടരും അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. പക്ഷേ തങ്ങൾ വ്യത്യസ്തമായ മറ്റൊരു യുദ്ധകളത്തിലേക്ക് പോവുകയാണെന്ന കാര്യം അന്നിവർക്കറിയില്ലായിരുന്നു. 1914 ഓഗസ്റ്റ് 8-ാം തീയതി എൻഡ്യൂറൻസ് ബ്രിട്ടനിൽ നിന്നും യാത്ര പുറപ്പെട്ടു. തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ലാത്തതിനാൽ എല്ലാവരും കുടുംബത്തോടും കൂട്ടുകാരോടും ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഷാക്കിൾട്ടനെയും കൂട്ടി ആകെ മൊത്തത്തിൽ 28 പേരാണ് ഈ ദൗത്യത്തിനു വേണ്ടി കപ്പൽ കയറിയത്. ഇടയ്ക്ക് സപ്ലൈസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ചില തുറമുഖങ്ങളിൽ ഇറങ്ങേണ്ടി വന്നു. നവംബറിൽ സൗത്ത് ജോർജിയയിലാണ് അവസാനമായിട്ട് ഇറങ്ങിയത്.
അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വളരെ ഏകാന്തമായ ഒരു ദ്വീപാണ് സൗത്ത് ജോർജിയ. അന്ന് തിമിംഗല വേട്ടയുടെ തലസ്ഥാനമായിരുന്നു ഈ ദ്വീപ്. അതിനാൽ തന്നെ ഇവിടെയുള്ളവർക്ക് സമീപമുള്ള സമുദ്രങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഷാക്കിൾട്ടൺ എത്തിയപ്പോൾ വെഡൽ സമുദ്രം ഇപ്പോൾ വളരെ മോശമാണെന്ന് ദ്വീപിലുള്ള തിമിംഗല വേട്ടക്കാര് മുന്നറിയിപ്പ് നൽകി. അന്റാർട്ടിക്കയുടെ തീരപ്രദേശമായ വാസൽ ബേയിൽ ചെന്നിറങ്ങണം. ശേഷം സൗത്ത് പോളിലൂടെ സഞ്ചരിച്ച് മറുവശത്തുള്ള റോസ് ഐസ് ഷെൽഫിൽ എത്തണം. ഇതായിരുന്നു ഷാക്കിൾട്ടന്റെ പ്ലാൻ. അന്റാർട്ടിക്കയ്ക്ക് സമീപമുള്ള വെഡൽ സമുദ്രത്തിലൂടെ മാത്രമേ വാസൽ ബേയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മുഴുവൻ മഞ്ഞുപാളികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതിനാൽ വെഡൽ സമുദ്രം വളരെ അപകടകരമാണ്. ഈ സമുദ്രത്തിന്റെ അവസ്ഥ ചില സമയങ്ങളിൽ പതിവിലും കൂടുതൽ മോശമാകും. അങ്ങനെ കൂടുതൽ മോശമായതുകൊണ്ടാണ് തിമിംഗല വേട്ടക്കാരെ ഷാക്കിൾട്ടന് മുന്നറിയിപ്പ് നൽകിയത്. കഴിയുമെങ്കിൽ ഈ ദൗത്യം കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കാനും അവരെ നിർദ്ദേശിച്ചു. വെഡൽ സമുദ്രത്തിന്റെ മഞ്ഞുപാളികളെ ഭേദിച്ചു പോകാനുള്ള ശക്തി എൻഡ്യൂറൻസ് കപ്പലിനുണ്ടെന്ന് തന്നെയാണ് ഷാക്കിൾട്ടൺ വിശ്വസിച്ചത്. എന്നിരുന്നാലും തിമിംഗല വേട്ടക്കാരുടെ നിർദ്ദേശപ്രകാരം 1 മാസം അദ്ദേഹം കാത്തിരുന്നു. അത്രയും നാളുകൾ അവര് സൗത്ത് ജോർജിയയിൽ തന്നെ തങ്ങി. ശേഷം 1914 ഡിസംബർ 5 എൻഡ്യൂറൻസ് അന്റാർട്ടിക്കയിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത പല വർഷങ്ങളോളം കാലത്തേക്ക് ഇവര് കാണുന്ന അവസാനത്തെ നാഗരികതയായിരുന്നു സൗത്ത് ജോർജിയ. ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരെ വെഡൽ സമുദ്രത്തിൽ പ്രവേശിച്ചു. ആദ്യം സാഹചര്യങ്ങളൊക്കെ നിയന്ത്രിതമായിരുന്നു. ചെറിയ ചെറിയ മഞ്ഞ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിൽ കാണാം. അസാധാരണമായിട്ടോ ഭയപ്പെടുത്തുന്നതായിട്ടോ ഒന്നും തന്നെയില്ല. പക്ഷേ അന്റാർട്ടിക്കയിലോട്ട് അടുക്കുന്നതിനനുസരിച്ച് ഐസ് കൂടുതൽ കട്ടിയുള്ളതായിക്കൊണ്ടിരുന്നു. അധികം താമസിയാതെ പാക്ക് ഐസ് കൊണ്ട് നിറഞ്ഞ ഭീമാകാരമായ മഞ്ഞുപാടങ്ങളിലെത്തി. ധ്രുവപ്രദേശങ്ങളിലെ തീവ്രമായ തണുപ്പ് കാരണം സമുദ്രത്തിന്റെ ഏറ്റവും മുകളിലെ ജലം മുഴുവൻ ഉറഞ്ഞ് ഐസായി മാറും. ഇതിനെയാണ് പാക്ക് ഐസ് എന്ന് പറയുന്നത്. പാക്ക് ഐസ് വളരെ കനം കുറഞ്ഞതാണ്. പരമാവധി 6 അടിയോളം കട്ടിയേ ഉണ്ടായിരിക്കൂ. അതിനാൽ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പിളർന്നു പോകും. അത് കാരണം ഈ മഞ്ഞുപാടങ്ങൾക്കിടയിൽ ഒരുപാട് ചെറിയ വിള്ളലുകളുണ്ട്. ഈ വിള്ളലുകൾ പ്രത്യക്ഷത്തിൽ നദികൾ പോലെ തോന്നും. അതിലൂടെയാണ് കപ്പൽ യാത്ര ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അവരെ വേഗം മുന്നേറി. എന്നാൽ ചില സമയങ്ങളിൽ മഞ്ഞുപാളികൾക്കിടയിലൂടെ ഒരു പാത കണ്ടെത്താൻ കഴിയാതെ അവർക്ക് മണിക്കൂറുകളോളം നേരം തങ്ങി നിൽക്കേണ്ടി വന്നു. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഐസ് കൂടുതൽ ഗുരുതരമായ വെല്ലുവിളിയായിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും പാതകൾ ചെറുതായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കപ്പൽ വെഡൽ സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയിരിക്കുകയാണ്. സമുദ്രത്തിന്റെ ഈ ഭാഗമാണ് ഏറ്റവും അപകടകരം. മണിക്കൂറുകൾ കൊണ്ടായിരിക്കും ഇവിടുത്തെ അവസ്ഥകളൊക്കെ മാറി മറിയുന്നത്. ഷാക്കിൾട്ടനും ക്യാപ്റ്റൻ വേഴ്സലിയും ഇടയ്ക്കിടയ്ക്ക് കപ്പലിന്റെ ഏറ്റവും മുകളിൽ കയറും. എന്നിട്ട് ബൈനോക്കുലാർസ് ഉപയോഗിച്ച് കപ്പലിന് പോകാനുള്ള പാത തിരയും. ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള ഭൂപ്രകൃതി അനന്തമായിട്ട് തോന്നും. എങ്ങോട്ട് നോക്കിയാലും ഐസ് മാത്രം. 1915 ജനുവരി ആയപ്പോഴേക്കും മുന്നോട്ട് പോകുന്നത് വളരെയധികം പ്രയാസകരമായി മാറി. കപ്പൽ ഇടയ്ക്കിടയ്ക്ക് പാക്ക് ഐസിൽ ചെന്നിടിച്ചുകൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ അത് മഞ്ഞുപാളിയും പിളർന്നുകൊണ്ട് മുന്നോട്ട് പോയി. എന്നാൽ ചില സമയങ്ങളിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു. ചില സമയങ്ങളിൽ ഒച്ചിഴയുന്നതിനേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് ഐസിനിടയിലൂടെ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചുറ്റുമുള്ളത് സമുദ്രമാണെന്ന പ്രതീതി മാറിക്കൊണ്ടിരുന്നു. അത്രയേറെ ഐസാണ് കപ്പലിന് ചുറ്റും. വളരെ അപൂർവമായി മാത്രമേ ജലം കാണാനുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവര് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ജനുവരി 18 ആയപ്പോൾ അവര് വാസൽ ബേയിൽ നിന്നും വെറും 36 കിലോമീറ്റർ അകലെയെത്തി. വിജയം സുനിശ്ചിതമാണെന്ന് തന്നെ അവർക്ക് തോന്നി. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അവിടെ തീവ്രമായ കാറ്റ് വീശി. സമുദ്രത്തിൽ നിന്നും കരയിലേക്കാണ് കാറ്റ് വീശിയത്. അതിനാൽ അവിടെയുണ്ടായിരുന്ന പാക്ക് ഐസ് മുഴുവൻ വളരെ ശക്തമായി കരയിലേക്ക് ഞെരിഞ്ഞമർന്നു. അത് കാരണം പാക്ക് ഐസിനിടയിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ മുഴുവൻ അടഞ്ഞു. തൊട്ടു പിന്നാലെ അവിടുത്തെ താപനിലയും കുത്തനെ താണു. അത് കാരണം അവശേഷിച്ച ചെറിയ വിള്ളലുകൾ പോലും വളരെ വേഗം തണുത്തുറഞ്ഞു. അനന്തരഫലമായി കപ്പലിന് പിന്നെ 1 ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാതെയായി. ആദ്യം ആരും ഇതത്ര കാര്യമായിട്ട് എടുത്തില്ല. കാരണം കപ്പൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐസിൽ കുടുങ്ങി പോകാറുണ്ട്. പാക്ക് ഐസിനിടയിലെ വിള്ളലുകളും ഇതുപോലെ ചില സമയങ്ങളിൽ അടഞ്ഞു പോകാറുണ്ട്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ കാറ്റും ജലപ്രവാഹവും കാരണം പുതിയ വിള്ളലുകൾ തുറക്കപ്പെടും. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷെ കാത്തിരുന്നു പല ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. എന്നിട്ടും പുതിയ വഴി തുറന്നു കിട്ടിയില്ല. ഐസ് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. അതിനിടയിൽ കപ്പലും ഐസിൽ ഉറഞ്ഞുപോയി. അതായത് കപ്പലിനടിയിലെ ജലവും ഐസായി മാറി. ഇപ്പോൾ കണ്ടാൽ കപ്പൽ കരയിൽ നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോഴും അവരുടെ പ്രതീക്ഷ നഷ്ടമായില്ല. ഇന്നല്ലെങ്കിൽ നാളെ മഞ്ഞുരുകുമെന്നും അന്ന് രക്ഷപ്പെടാമെന്നും അവരെ കരുതി. ഫെബ്രുവരി 14 ഏതാണ്ട് 400 മീറ്റേഴ്സ് അകലെ ഒരു പുതിയ പാത തുറക്കപ്പെട്ടു. ഉടൻ തന്നെ എല്ലാവരും കൂടെ കപ്പലിനെ മഞ്ഞിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ചു. മണിക്കൂറുകളോളം നേരം അവരെ മഞ്ഞ് മാന്തി. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല.
എത്ര ശ്രമിച്ചിട്ടും കപ്പലിനെ മോചിപ്പിക്കാൻ സാധിച്ചില്ല. അത്രയേറെ കഠിനമായിട്ട് കപ്പൽ മഞ്ഞിലുറഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞതും ആ പാത അടയുകയും ചെയ്തു. ഇപ്പോൾ ചുറ്റുപാടും നോക്കിയാൽ കപ്പൽ കരയിൽ എവിടെയോ കിടക്കുന്നത് പോലെ തോന്നും. പതിയെ പതിയെ ആഴ്ചകൾ എന്നത് മാസങ്ങളായി. 2-3 വർഷത്തോളം അതിജീവിക്കാൻ ആവശ്യമായ ആഹാരവും ഇന്ധനവും ഒക്കെ കപ്പലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആഹാരത്തിന്റെ കാര്യം ഒരു പ്രശ്നമല്ല. പക്ഷേ ഫിസിക്കലായിട്ടുള്ള അതിജീവനത്തെക്കാൾ പ്രധാനമാണ് മാനസികമായ അതിജീവനം. കാരണം വിരസത തോന്നി തുടങ്ങിയാൽ പ്രതീക്ഷ നഷ്ടപ്പെടും. പിന്നാലെ ഡിപ്രഷൻ ഉണ്ടാകും, ദേഷ്യം ഉടലെടുക്കും, വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകും. അനന്തരഫലമായി അവസാനം എല്ലാവരും തമ്മിൽ തല്ലി ചാവുകയും ചെയ്യും. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് മറ്റാരേക്കാളും ഷാക്കിൾട്ടന് നന്നായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും തിരക്കിലാക്കി. ആരെയും ഒരു ദിവസവും വെറുതെ ഇരിക്കാൻ അനുവദിച്ചില്ല. അവര് ഐസിന് മുകളിൽ ഫുട്ബോൾ കളിച്ചു, കച്ചേരികൾ നടത്തി, തമാശകളും കഥകളും പറഞ്ഞു, ആഘോഷങ്ങൾ പോലും നടത്തി. കപ്പലിൽ 69 നായകളും ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. മനുഷ്യരെ പോലെ തന്നെ സ്നേഹവും കരുതലും അവര് ഈ ജീവികൾക്കും നൽകിയിരുന്നു. സ്വന്തം മാനസിക ഉല്ലാസങ്ങൾക്ക് പുറമെ ഈ ജീവികളെയും അവരെ പരിഗണിച്ചിരുന്നു. ഇടയ്ക്ക് നായകളുടെ ഓട്ട മത്സരങ്ങളും നടത്തി. അങ്ങനെ പുറമെ എല്ലാം സാധാരണമായ രീതിയിൽ തന്നെ മുന്നോട്ടു പോയി. പക്ഷേ അന്റാർട്ടിക്ക ഇതിനോടകം തന്നെ അതിന്റെ പിടി മുറുക്കിയിരുന്നു. 1915 മെയ് മാസത്തിൽ സൗത്ത് പോളിൽ നീണ്ട ശീതകാലം തുടങ്ങി. ഈ സമയം സൗത്ത് പോൾ മുഴുവൻ പല മാസങ്ങളോളം കാലം പൂർണ്ണമായും ഇരുട്ടിലായിരിക്കും. പക്ഷേ എൻഡ്യൂറൻസ് കപ്പൽ കുടുങ്ങിയിരിക്കുന്നത് കൃത്യമായ സൗത്ത് പോളിൽ നിന്നും കുറച്ചകലെയാണ്. അതിനാൽ പൂർണ്ണമായും ഇരുട്ടിലാകുന്നതിന് പകരം എല്ലാ ദിവസവും കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് അവർക്ക് അസ്തമയത്തിന്റെ പ്രതീതിയിൽ സൂര്യനെ കാണാൻ പറ്റിയിരുന്നു. ശീതകാലത്ത് ഇവിടുത്തെ താപനില -40°C വരെ താഴും. ഈ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവര് പല വിധത്തിലുമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. കപ്പലിന്റെ ചരക്കുകൾ സൂക്ഷിക്കുന്ന താഴെയുള്ള ഭാഗത്തിനെ ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയയാക്കി മാറ്റി. എല്ലാവരും ഒന്നിച്ചു കൂടുന്നത് ഇവിടെയാണ്. അങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ എല്ലാവരുടെയും ബോഡി ഹീറ്റ് ഈ ഏരിയയിൽ തങ്ങി നിൽക്കും. പുറത്ത് കപ്പലിന്റെ പള്ളയെ നിറയെ മഞ്ഞുകൊണ്ട് പുതപ്പിച്ചു. ഇത് പുറത്തു നിന്നുമുള്ള തണുത്ത കാറ്റ് ഉള്ളിൽ പ്രവേശിക്കാതെ തടയും. ചുറ്റുമുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടി നല്ല രീതിയിൽ ആഹാരം കഴിച്ചിരുന്നു. അങ്ങനെ ആവശ്യത്തിന് ആഹാരം കഴിച്ചാൽ മാത്രമേ ശരീരത്തിന് ചൂട് നിർമ്മിക്കാൻ കഴിയൂ. വേട്ടയാടുന്ന ജീവികളുടെ ഫാറ്റിനെ ഉപയോഗിച്ച് അവരെ തീ കത്തിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതോടൊപ്പം എല്ലാവരുടെയും ആരോഗ്യസ്ഥിതികൾ നിരന്തരം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാത്തിനുമുപരി വളരെ കട്ടികൂടിയ വസ്ത്രങ്ങളും ഇവരെ ധരിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അതികഠിനമായ തണുപ്പായിരുന്നെങ്കിലും ഇവർക്ക് അതൊരു വലിയ പ്രശ്നമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ തണുപ്പൊക്കെ ഇവര് പലതവണ നേരിട്ടിട്ടുള്ളതാണ്. ഒപ്പമുണ്ടായിരുന്ന നായകളെയും സംരക്ഷിച്ചു. നായകൾക്ക് കപ്പലിന് സമീപം മഞ്ഞുകൊണ്ട് നിർമ്മിച്ച ചെറിയ കൂടുകൾ നിർമ്മിച്ചു കൊടുത്തു. കൂടിന്റെ നിലത്ത് തടിയും ക്യാൻവാസും ഒക്കെ കൊണ്ട് മൂടുകയും ചെയ്തു. അങ്ങനെ നായകളും വളരെ സേഫ് ആയിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതിനിടയിലും ഇവര് കുടുങ്ങിക്കിടക്കുന്ന മഞ്ഞുപാളി കാറ്റും ജലപ്രവാഹവും കാരണം നിരന്തരമായി സമുദ്രത്തിലൂടെ പതിയെ ഒഴുകി നടക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഈ മഞ്ഞുപാളി അന്റാർട്ടിക്കയിൽ നിന്നും അകലുകയാണ്. വളരുന്ന ഐസിന്റെ സമ്മർദ്ദത്തിൽ കപ്പൽ പതിയെ പതിയെ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കപ്പലിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. ആദ്യം ആരും ഇതത്ര ഗൗരവമായിട്ട് പരിഗണിച്ചില്ല. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. കപ്പലിന്റെയും അടിയിലെ മഞ്ഞുപാളികളുടെയും ശബ്ദം കേൾക്കുമ്പോൾ ഏതോ മോൺസ്റ്റർ വരുന്നത് പോലെ തോന്നിയിരുന്നുവെന്നാണ് ചില നാവികർ പിന്നീട് അവരുടെ ഡയറിയിൽ വിവരിച്ചത്. ഓരോ ദിവസം കഴിയുന്തോറും ഐസ് കപ്പലിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. പുറത്ത് കപ്പലിന്റെ വശങ്ങളിൽ ഐസിന്റെ വലിയ ശിഖരങ്ങൾ വളർന്നു. അത് കപ്പലിനെ മുകളിലേക്ക് ഉയർത്തി. ആർക്കും ഇതിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ശീതകാലം തീരുമ്പോൾ ഐസിന്റെ കാഠിന്യം കുറയുമെന്നും അപ്പോൾ കപ്പൽ സ്വതന്ത്രമാകുമെന്നുമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒടുവിൽ ജൂലൈയിൽ ഇരുണ്ട ശീതകാലം തീർന്നു. എന്നാൽ അപ്പോഴും ഐസിന്റെ കാഠിന്യം കുറഞ്ഞില്ല. ഈ ദൗത്യം നേരത്തെ തന്നെ പരാജയപ്പെട്ടുവെന്ന് ഭൂരിപക്ഷം പേർക്കും അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എന്നിട്ടും ഷാക്കിൾട്ടൺ പ്രതീക്ഷ കൈവിട്ടില്ല. സെപ്റ്റംബറിൽ അവസ്ഥ കൂടുതൽ വഷളായി. സെപ്റ്റംബർ 24-ന് കപ്പൽ വളരെ വയലന്റ് ആയിട്ട് കുലുങ്ങി. ചില തടികൾ പൊട്ടി. കപ്പലിന്റെ മേൽത്തട്ട് വളഞ്ഞു. എഞ്ചിൻ റൂമിലെ അയൺ പ്ലേറ്റ്സ് ഒക്കെ നീങ്ങിപ്പോയി. അന്ന് കപ്പൽ പൊടിഞ്ഞു പോകുന്നതായിട്ട് തനിക്ക് തോന്നിയെന്ന് കപ്പലിന്റെ ആശാരി പിന്നീട് തന്റെ ഡയറിയിൽ എഴുതി. പക്ഷെ അപ്പോഴും കപ്പൽ തകരാതെ നിലനിന്നു. എല്ലാവരും വളരെ ഭയത്തോടെയാണ് പിന്നെ കപ്പലിൽ ജീവിച്ചത്. ഒടുവിൽ ഒക്ടോബർ 24-ന് ഐസ് കപ്പലിന്റെ അമരത്തിനെ വളയ്ക്കുകയും റഡറിനെ വലിച്ചു കീറുകയും കപ്പലിന്റെ പിന്നിൽ ഒരു ദ്വാരം വീഴ്ത്തുകയും ചെയ്തു. അതോടെ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി.
എല്ലാവരും കൂടെ ചേർന്ന് വളരെ വേഗം തന്നെ ഈ ദ്വാരം അടയ്ക്കുകയും ഉള്ളിൽ കയറിയ വെള്ളത്തിനെ പമ്പ് ചെയ്ത് കളയുകയും ചെയ്തു. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരും കഠിനമായി പ്രയത്നിച്ചതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ ഈ സംഭവം അന്ത്യത്തിന്റെ തുടക്കമായിരുന്നു. ഒക്ടോബർ 27-ന് ഐസ് കപ്പലിനെ വീണ്ടും ഞെരിച്ചു. കപ്പൽ മാരകമായിട്ട് നശിച്ചു. ആന്തരിക ഘടനകളൊക്കെ തകർന്നു. എല്ലാവരും കപ്പലിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ പമ്പുകൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത അളവിലാണ് സമുദ്രജലം ഉള്ളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും കപ്പൽ മുങ്ങിപ്പോകുമെന്ന് ഷാക്കിൾട്ടന് തോന്നി. അപ്പോൾ ഇനി വേറെ നിവർത്തിയില്ലെന്നും കപ്പലിനൊപ്പം എല്ലാവരും മുങ്ങിപ്പോകുമെന്നും തിരിച്ചറിഞ്ഞ ഷാക്കിൾട്ടൻ അവസാനം കപ്പൽ ഉപേക്ഷിക്കാൻ ഉത്തരവ് നൽകി. അങ്ങനെ കഴിയുന്ന എത്ര സാധനങ്ങളും എടുത്തുകൊണ്ട് എല്ലാവരും കപ്പലിൽ നിന്നും ഇറങ്ങി വേഗം രക്ഷപ്പെട്ടു. എന്നിട്ട് സമീപത്ത് മഞ്ഞുപാളിയിൽ തന്നെ ക്യാമ്പുകൾ സ്ഥാപിച്ചു. അന്ന് ഷാക്കിൾട്ടൻ ഒരു കാര്യം പറഞ്ഞു: നമ്മൾ ഇങ്ങോട്ട് വന്ന ലക്ഷ്യം പരാജയപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അതിജീവിക്കുകയും എത്രയും വേഗം സുരക്ഷിതമായി വീട്ടിലെത്തുക എന്നതുമാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം. ഇത് കേട്ട് എല്ലാവരും തകർന്നുപോയി. കാരണം രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ ഇപ്പോൾ എല്ലാവരും ഒരു മഞ്ഞുപാളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആകെയുണ്ടായിരുന്ന ആശ്വാസം കപ്പലായിരുന്നു. സർവ്വസ്രോതസ്സുകളും കപ്പലിലാണ്. എന്നാൽ ഇപ്പോൾ കപ്പലും നഷ്ടമായി. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷേ ഭാഗ്യം അവരെ കൈവിടിഞ്ഞില്ല. കാരണം ഇത്രയേറെ സംഭവിച്ചിട്ടും അടിമുടി തകർന്നിട്ടും എൻഡ്യൂറൻസ് പൂർണ്ണമായും മുങ്ങിയില്ല. ഭാഗികമായി അതിപ്പോഴും വെള്ളത്തിന് മുകളിലുണ്ട്. 1 മാസത്തോളം സമയം അതിങ്ങനെ തന്നെ നിലനിന്നു. ഈ സമയം കൊണ്ട് കപ്പലിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ, ഇന്ധനം, കൂടാരങ്ങൾ, സ്ലെഡ്ജുകൾ, വസ്ത്രങ്ങൾ, അങ്ങനെ അതിജീവിക്കാൻ അത്യാവശ്യമായ ഒരുപാട് സാധനങ്ങൾ കുറെ പേര് ചേർന്ന് ക്യാമ്പിലെത്തിച്ചു. എല്ലാത്തിനുമുപരി 3 ലൈഫ് ബോട്ട്സും ശേഖരിക്കാൻ പറ്റി. ഒരുപക്ഷെ ഐസ് കപ്പലിനെ വിടുവിക്കുമെന്നും കപ്പലിനെ പുനർനിർമ്മിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും ഷാക്കിൾട്ടൻ ഉൾപ്പെടെ ചിലരെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വിധി അവർക്ക് വേണ്ടി കാത്തുവെച്ചത് മറ്റൊന്നാണ്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ, അതായത് നവംബർ 21-ന് കപ്പൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയി. 1 വർഷത്തിൽ കൂടുതൽ കാലം താങ്ങും തണലും നൽകിയ കപ്പൽ പതിയെ പതിയെ അപ്രത്യക്ഷമാകുന്ന ദയനീയമായ കാഴ്ച വളരെ നിസ്സഹായരായി എല്ലാവരും ദൂരെ നിന്ന് കണ്ടു. സ്വന്തം വീട് നഷ്ടപ്പെടുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. കപ്പൽ മുങ്ങിയതോടെ അതിജീവനം ഭയാനകമായി. ഇവരിപ്പോൾ നിൽക്കുന്ന മഞ്ഞുപാളി സമുദ്രത്തിന് മുകളിലൂടെ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് പിളർന്ന് നശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എല്ലാവരും തണുത്തു മരവിച്ച സമുദ്രത്തിൽ മുങ്ങി മരിക്കും. തണുപ്പിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം നൽകാൻ ഇപ്പോൾ കപ്പലില്ല. എല്ലാവർക്കും സുഭിക്ഷമായി കഴിക്കാനുള്ള ആഹാരവുമില്ല. ഇന്ധനവും തീരെ പരിമിതമാണ്. എന്നിരുന്നാലും ലഭ്യമായ സപ്ലൈസ് ഉപയോഗിച്ച് അവര് ക്യാമ്പുകൾ സ്ഥാപിച്ചു. സമുദ്രത്തിന് മുകളിലായതിനാൽ ഇതിന് ഓഷൻ ക്യാമ്പ് എന്ന് പേരും നൽകി. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ അതിജീവനം പ്രയാസകരമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഷാക്കിൾട്ടൻ ഉടൻ തന്നെ എല്ലാവർക്കും നിശ്ചിതമായ ചുമതലകൾ നൽകി. പഴയതുപോലെ ദൈനംദിന ഷെഡ്യൂളുകൾ തുടർന്നു. ലഭ്യമായ ഭക്ഷണം പരമാവധി എഫിഷ്യന്റായി ക്രമീകരിച്ചു. ഓരോരുത്തർക്കും കൃത്യമായ ജോലികൾ നൽകി. അങ്ങനെ എല്ലാവരും വീണ്ടും തിരക്കിലായി. ആഹാരം തികയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് വേട്ടയാടാൻ തുടങ്ങി. അന്റാർട്ടിക്കയിൽ ധാരാളം പെൻഗ്വിൻസും സീൽസുമുണ്ട്. ഇവയുടെ ഇറച്ചി ആഹാരമായപ്പോൾ ബ്ലബ്ബർ ഇന്ധനമായി. ഈ ആഹാരം ആർക്കും തീരെ ഇഷ്ടമായില്ല. പക്ഷെ ഇത് കഴിക്കുകയല്ലാതെ വേറെ നിവർത്തിയുമില്ല. കാരണം അതിജീവനത്തിന് മുന്നിൽ സ്വാദ് ഒരു വിഷയമല്ല. എന്തായാലും ആഹാരം വെറും ഒരു പ്രശ്നം മാത്രമാണ്. എങ്ങനെ തിരിച്ച് നാട്ടിലെത്തുമെന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതുമാത്രമല്ല, വേട്ടയാടുന്നതിലൂടെ മാത്രം ആഹാരം തികയില്ല. എന്തെന്നാൽ വേട്ടയാടി കണ്ടെത്തുന്ന ആഹാരത്തിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഊർജം വേട്ടയാടാൻ വേണ്ടി ചിലവാക്കേണ്ടി വരും. അങ്ങനെ പല കാരണങ്ങളാൽ ഷാക്കിൾട്ടൻ പുതിയൊരു പദ്ധതി വിഭാവനം ചെയ്തു. ഇവര് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 556 കിലോമീറ്ററുകൾക്കകലെ പൗലറ്റ് എന്നൊരു ദ്വീപുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആ ദ്വീപിൽ മറ്റൊരു കപ്പലിൽ വന്ന കുറച്ചുപേര് കുടുങ്ങിപ്പോയി. അവരെ രക്ഷിക്കാൻ ഗവൺമെന്റ് ഒരു റെസ്ക്യൂ കപ്പൽ അയച്ചു. ആ റെസ്ക്യൂ കപ്പലിൽ ധാരാളം ആഹാരമുണ്ടായിരുന്നു. വർഷങ്ങളോളം അതിജീവിക്കാൻ ആവശ്യമായ ആഹാരം. ഈ ആഹാരത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി മൊത്തം അവര് ദ്വീപിൽ ശേഖരിച്ചു വെച്ചിട്ടാണ് പോയത്. ആ റെസ്ക്യൂ കപ്പലിൽ ആഹാരം നിറയ്ക്കുന്നതിന്റെ മേൽനോട്ടം യഥാർത്ഥത്തിൽ അന്ന് ഗവൺമെന്റ് ഷാക്കിൾട്ടനെയാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഷാക്കിൾട്ടനെ ഇതൊക്കെ അറിയാവുന്നതും. ആഹാരത്തിന് പുറമെ പൗലറ്റ് ദ്വീപിൽ പെർമനന്റ് ആയിട്ടുള്ള ദൃഢമായ കുടിലുകളുമുണ്ട്. അത് പണ്ടിവിടെ പര്യവേഷണത്തിന് വന്നവർ സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് അവിടെ പോയാൽ ഭക്ഷണത്തിന് പുറമെ സുരക്ഷിതമായ പാർപ്പിടങ്ങളും കിട്ടും. അങ്ങനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അവിടെ പോയി കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ വേനൽക്കാലമാകും.
അപ്പോൾ സമുദ്രത്തിലെ മഞ്ഞ് വലിയൊരു ശതമാനവും ഉരുകും. ശേഷം ലൈഫ് ബോട്ട്സിൽ കയറി സമീപമുള്ള ഏതെങ്കിലും മനുഷ്യവാസമുള്ള ദ്വീപിൽ പോകാമെന്നായിരുന്നു ഷാക്കിൾട്ടന്റെ പുതിയ പദ്ധതി. അതിനാൽ ഡിസംബർ ആയപ്പോൾ ഓഷൻ ക്യാമ്പ് മൊത്തം പൊളിച്ച് എല്ലാവരും കൂടെ പൗലറ്റ് ദ്വീപിലേക്ക് നടന്നു. പക്ഷേ പോകുന്നതിന് മുന്നേ ഷാക്കിൾട്ടൺ മറ്റുള്ളവരുമായി ചർച്ച ചെയ്തിട്ട് വളരെ കഠിനമായ ഒരു തീരുമാനമെടുത്തു. ഏറ്റവും ദുർബലമായ നായകൾ, കുട്ടി നായകൾ, പിന്നെ പൂച്ച, ഇത്രയും ജീവികളെ കൊന്നുകളയാനുള്ള തീരുമാനം. ഇത് വളരെ ക്രൂരമായ തീരുമാനമാണെന്ന് തോന്നും. പക്ഷേ ഇവരുടെ അതിജീവനത്തിന് ഈ ക്രൂരമായ തീരുമാനം അത്യന്താപേക്ഷികമായിരുന്നു. എന്തെന്നാൽ ഈ ജീവികളെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇവർക്കില്ല. സ്ലെഡ്ജുകൾ വലിക്കാൻ ആരോഗ്യമുള്ള വലിയ നായകൾക്ക് കഴിയൂ. ആഹാരം ഓൾറെഡി തീരെ കുറവാണ്. അപ്പോൾ പിന്നെ ഈ ഉപയോഗശൂന്യമായ ജീവികൾക്ക് കൂടെ ആഹാരം നൽകിയാൽ മനുഷ്യർക്ക് അതിജീവിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും മനസ്സ് തകർത്ത ഒരു തീരുമാനമായിരുന്നു ഇത്. പക്ഷേ നിലനിൽപ്പിന് ഇത് അനിവാര്യവുമാണ്. അതുകൊണ്ട് തീരുമാനപ്രകാരം തന്നെ ചെയ്തു. നായകളെ വളർത്തിയവരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് പകരം തന്റെ വിശ്വസ്തനായ ഫ്രാങ്ക് വൈൽഡിനെയാണ് ഈ ജോലി ഏൽപ്പിച്ചത്. അങ്ങനെ സങ്കടകരമായ ഈ സംഭവത്തിന് ശേഷം അവര് ദ്വീപിലേക്കുള്ള യാത്ര തുടങ്ങി. എന്നാൽ ഈ യാത്ര അവര് പ്രതീക്ഷിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല. എന്തെന്നാൽ മഞ്ഞുപാളികളുടെ ഉപരിതലം വളരെ വളരെ റഫാണ്. ഇടയ്ക്കിടയ്ക്ക് വലിയ കുഴികളും കുന്നുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഞ്ഞ് നിർമ്മിതികളുമൊക്കെയുണ്ട്. ഈ വഴികളിലൂടെ വലിയ ലൈഫ് ബോട്ട്സും ചുമന്നുകൊണ്ട് പോവുക എന്നത് വളരെ വളരെ പ്രയാസകരമാണ്. എന്നിരുന്നാലും അതിജീവനത്തിന്റെ കാര്യമായതിനാൽ എല്ലാവരും പരമാവധി കഷ്ടപ്പെട്ട് മുന്നോട്ട് നടന്നു. പലരുടെയും ബോട്ട്സ് ഒക്കെ പൊട്ടിപ്പോയി. എല്ലാവരും തീരെ ക്ഷീണിതരായി. ചിലർക്ക് ഫ്രോസ്റ്റ് ബൈറ്റുകൾ ഉണ്ടായി. ഓരോ ദിവസവും ചിലപ്പോൾ ഏതാനും ചില കിലോമീറ്റേഴ്സ് ദൂരം സഞ്ചരിക്കാനേ പറ്റുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും ഈ പദ്ധതിയിലെ ഒരു വലിയ പ്രശ്നം കണ്ടെത്തി. മഞ്ഞുപാളികൾ പൗലറ്റ് ദ്വീപിൽ നിന്നും അകലുന്ന രീതിയിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ഇവര് 1 കിലോമീറ്റർ ദ്വീപിന്റെ അടുത്തോട്ട് പോകുമ്പോൾ മഞ്ഞുപാളികൾ 3 കിലോമീറ്റർ അകലുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പൗലറ്റ് ദ്വീപിൽ എത്തുക എന്നത് ഏകദേശം അസാധ്യമാണെന്ന് ഷാക്കിൾട്ടൺ തിരിച്ചറിഞ്ഞു. അതിനാൽ നടത്തം തുടങ്ങി ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞതും ഷാക്കിൾട്ടൺ ആ പദ്ധതി ഉപേക്ഷിക്കാൻ ഉത്തരവിട്ടു. എന്നിട്ട് അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പുതിയൊരു ക്യാമ്പ് സ്ഥാപിച്ചു. അതിന് പേഷ്യൻസ് ക്യാമ്പ് എന്ന് പേരും നൽകി. അത് വളരെ ശ്രദ്ധയോടെ ഇട്ട പേരാണ്. കാരണം ഈ മഞ്ഞുപാളി എന്തായാലും നോർത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. കുറെ മാസങ്ങൾ കഴിയുമ്പോൾ എന്തായാലും ഇത് ഒരുപാട് നോർത്തിലെത്തും. അതായത് ഏതെങ്കിലും ദ്വീപിന് സമീപമെത്തും. അതോടൊപ്പം മഞ്ഞ് ഉരുകുകയും ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നതാണ് ഷാക്കിൾട്ടന്റെ പുതിയ പ്ലാൻ. അങ്ങനെ അവര് പേഷ്യൻസ് ക്യാമ്പിൽ കാത്തിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. അവര് ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷെ അവര് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. സൗത്തിൽ നിന്നും അകലുന്നതിനനുസരിച്ച് സീൽസും പെൻഗ്വിൻസും ഒക്കെ കുറഞ്ഞുകൊണ്ടിരുന്നു. അതിനാൽ ദൈനംദിന ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം സമയവും ഇവര് വേട്ടയാടുകയായിരുന്നു. ലെപ്പേർഡ് സീൽ പോലത്തെ ഭീകരമായ ജീവികൾ ചിലപ്പോൾ ക്യാമ്പിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കുറച്ചുപേര് നിരന്തരം ക്യാമ്പിന് കാവൽ നിന്നു. ചിലര് എപ്പോഴും ക്യാമ്പ് മെയിൻ്റനൻസിലായിരുന്നു. ശാസ്ത്രജ്ഞര് പലതരത്തിലുമുള്ള സയന്റിഫിക് ഒബ്സർവേഷൻസും ചെയ്തുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ ഫ്രാങ്ക് അയാളുടെ സെക്സ്റ്റൺ ഉപയോഗിച്ച് അവരുടെ കൃത്യമായ ലൊക്കേഷൻ കണക്കുകൂട്ടും. ഇതിനെല്ലാത്തിനുമിടയിൽ അവര് പലതരത്തിലുമുള്ള വിനോദങ്ങളിലും ഏർപ്പെട്ടിരുന്നു. 1916 ജനുവരി ആയപ്പോഴേക്കും ആഹാരത്തിന്റെ ലഭ്യത തീരെ കുറഞ്ഞു. സീൽസും പെൻഗ്വിൻസും ഒക്കെ ഏകദേശം പൂർണ്ണമായും അപ്രത്യക്ഷമായി. അതിനാൽ എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും ഒരു തീരുമാനമെടുത്തു. കുറെ നായകളെ കൊന്ന് ആഹാരമാക്കാമെന്ന തീരുമാനം. കാരണം ഒരു സീലിനെ പിടികൂടിയാൽ മനുഷ്യർക്ക് 3 ദിവസത്തേക്കുള്ള ആഹാരമാകും. എന്നാൽ നായകൾക്കാണെങ്കിൽ അതൊരൊറ്റ ദിവസത്തേക്ക് മാത്രമേ തികയൂ. അങ്ങനെ ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് എല്ലാവരും ഒരുമിച്ച് ചാകുന്നതിനേക്കാൾ കുറെ നായകളുടെ ജീവൻ ബലി കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഒടുവിൽ ജനുവരി 14 40ഓളം നായകളെ കൊന്നു. ആദ്യം കുട്ടി നായകളെ കൊന്നതിനേക്കാൾ സങ്കടകരമായിരുന്നു ഇത്. കാരണം ഈ വലിയ നായകൾ യാത്രയുടെ തുടക്കം മുതൽ കൂടെയുണ്ടായിരുന്നതാണ്. ഇത്രയും കാലം കൊണ്ട് ഇവ ഈ മനുഷ്യരുടെ ഉറ്റ സുഹൃത്തുക്കളായി മാറി. അവയെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. പക്ഷേ അതിജീവനം എന്ന വെല്ലുവിളി മുന്നിൽ വരുമ്പോൾ നമ്മൾ മനുഷ്യന്റെ ജീവന് കൂടുതൽ മുൻതൂക്കം നൽകും. ഇവിടെ ഈ നായകളെ കൊല്ലുന്നത് മാത്രമായിരുന്നു അതിജീവനത്തിനായുള്ള ഒരേയൊരു മാർഗം. ശേഷം മാർച്ചിന്റെ അവസാനമായപ്പോൾ ബാക്കിയുണ്ടായിരുന്ന നായകളെയും കൊല്ലേണ്ടി വന്നു. ജനുവരി മുതൽ മഞ്ഞുപാളികളൊക്കെ പിളരാൻ തുടങ്ങി. അങ്ങനെ ചുറ്റും അനന്തമായ ഐസിന് പകരം പതിയെ പതിയെ സമുദ്രം കാണാനും തുടങ്ങി. ഓരോ ദിവസവും വിള്ളലുകൾ കൂടുതൽ തീവ്രമായിക്കൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ക്യാമ്പിന്റെ തൊട്ടടുത്ത് വലിയ വിള്ളലുകൾ വീണു. ഇത് കാരണം ഇവർക്ക് പലതവണ ക്യാമ്പ് പുനഃസ്ഥാപിക്കേണ്ടി വന്നു. ഇനി ഈ ഐസിന് അധിക കാലം ആയുസില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. ഒടുവിൽ ഏപ്രിൽ 9 ഇവര് നിൽക്കുന്ന മഞ്ഞുപാളി 2 പിളർന്നു.
ഇത്രയും കാലം കൊണ്ട് മഞ്ഞുപാളി അന്റാർട്ടിക്കയിൽ നിന്നും ഏകദേശം 560 കിലോമീറ്റർ അകലെ എത്തിയിരുന്നു. പക്ഷേ ഒരു സ്ട്രെയിറ്റ് ആയ പാതയിലൂടെ അല്ല ഇവര് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആകെ മൊത്തം സഞ്ചരിച്ച ദൂരം ഏകദേശം 2000 കിലോമീറ്റേഴ്സോളമാണ്. എന്തായാലും ഇവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 160 കിലോമീറ്ററുകൾക്കകലെ എലഫന്റ് ഐലൻഡ് എന്നൊരു ദ്വീപുണ്ടെന്ന കാര്യം ഇവർക്കറിയാമായിരുന്നു. അതിനാൽ അങ്ങോട്ട് പോകാമെന്ന് ഷാക്കിൾട്ടൺ ഉത്തരവിട്ടു. അങ്ങനെ എല്ലാവരും 3 ലൈഫ് ബോട്ട്സിൽ കയറി എലഫന്റ് ഐലൻഡിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ ഈ യാത്ര വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. ഇവരിപ്പോൾ സഞ്ചരിക്കുന്നത് സതേൺ ഓഷ്യനിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയ സമുദ്രമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഭീമാകാരമായ തിരമാലകൾക്കും പ്രവചനാതീതമായ കൊടുങ്കാറ്റുകൾക്കും പേരുകേട്ട തീവ്രമായ സമുദ്രം. ഇവിടുത്തെ വായുവിന്റെ താപനില ഏതാണ്ട് -18 ഡിഗ്രി സെൽഷ്യസ് ആണ്. എപ്പോഴും അതിശക്തമായി കാറ്റ് വീശുകയും ചെയ്യാറുണ്ട്. കാറ്റ് തണുപ്പിന്റെ കാഠിന്യം കൂടുതൽ തീവ്രമാക്കും. ഈ മാരകമായ തണുപ്പും സഹിച്ചാണ് ഇവരെ തോണികൾ തുഴയുന്നത്. ഈ തോണികൾക്ക് മേൽക്കൂരയും പ്രത്യേകം തട്ടുകളും ഒന്നുമില്ല. തണുത്ത ഉപ്പുവെള്ളം എപ്പോഴും ഇവരുടെ ദേഹത്ത് വന്ന് വീണുകൊണ്ടിരുന്നു. തടി കൊണ്ട് നിർമ്മിതമായ ഈ തോണികൾ തീരെ ചെറുതുമാണ്. 28 പേരും കൂടെ വളരെ കുത്തിഞ്ഞെരുങ്ങിയാണ് 3 തോണികളിലായിട്ടിരുന്നത്. അതിനു പുറമെ അതിജീവനത്തിന് ആവശ്യമായ ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇവർക്ക് നേരെ ചൊവ്വേ ഒന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. ഉറക്കമെന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി. സമുദ്രം മുഴുവൻ മഞ്ഞുകട്ടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ മഞ്ഞുകട്ടകൾക്കിടയിലൂടെ വേണം തോണികൾ തുഴയാൻ. അബദ്ധത്തിൽ പോലും ഏതെങ്കിലും മഞ്ഞുകട്ടയിൽ ചെന്നിടിച്ചാൽ ഒരുപക്ഷെ ദുർബലമായ ഈ തോണികൾ പൂർണ്ണമായും തകർന്നു പോകും. കാറ്റടിച്ച് ഉപ്പുവെള്ളം കയറുന്നതിനാൽ ശേഖരിച്ചു വെച്ചിരുന്ന ശുദ്ധജലമൊക്കെ നശിച്ചു. അങ്ങനെ സമുദ്രമധ്യത്തിൽ ജലമില്ലാതെ അവരെ വലഞ്ഞു. പലർക്കും തീവ്രമായ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായി. വസ്ത്രങ്ങളെല്ലാം തീരെ മുഷിഞ്ഞു. ഈ വസ്ത്രങ്ങൾ പോലും ഐസ് പോലെ കട്ടിയുള്ളതായി മാറി. ഡീഹൈഡ്രേഷൻ വലിയൊരു ശാപം പോലെ തോന്നി. ഉറക്കമില്ലായ്മ എല്ലാവരെയും ഭ്രാന്തരാക്കി. ആഹാരത്തിന്റെ ദൗർലഭ്യത കാരണം വിശന്നു വലയുകയും ചെയ്തു. തോണികൾ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ വയലന്റായി ഉലയുകയാണ്. ഇതിനെല്ലാത്തിനുമിടയിൽ ക്യാപ്റ്റൻ വളരെ കൃത്യമായി ദിശ മനസ്സിലാക്കുകയും വേണം. തോണികളിലും നിറയെ ഐസ് രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. ഐസിന്റെ അളവ് കൂടിയാൽ ഭാരം താങ്ങാൻ പറ്റാതെ തോണികൾ മുങ്ങും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഐസ് ചെത്തിക്കളയുകയും കൂടെ വേണം. അങ്ങനെ പല ദിവസങ്ങളോളം രാവും പകലുമില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ട് തുഴഞ്ഞ ശേഷം ക്യാപ്റ്റൻ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ ഇവര് എലഫന്റ് ഐലൻഡിൽ നിന്നും തുഴയാൻ തുടങ്ങിയപ്പോൾ ആയിരുന്നതിനേക്കാൾ കൂടുതൽ അകലെയാണ് നിൽക്കുന്നത്. അതായത് സമുദ്ര ജലപ്രവാഹം ഇവരെ ദ്വീപിൽ നിന്നും കൂടുതൽ അകറ്റിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും തുഴയുകയല്ലാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചയുടെ നരക തുല്യമായ തുഴച്ചിലിനൊടുവിൽ ഏപ്രിൽ 15-ന് 3 തോണികളും എലഫന്റ് ഐലൻഡിലെത്തി. ഓർക്കുക, ഒരുപാട് കാലത്തെ പട്ടിണി കാരണം ഓൾറെഡി എല്ലാവരും അവശരായിരുന്നു. എന്നിട്ടും അവർ ഈ നരക തുല്യമായ തോണിയിലുള്ള യാത്ര അതിജീവിച്ചു. ഇവരുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഒരുപക്ഷെ സതേൺ ഓഷനെ നിസ്സാരമായ ഈ തോണികളിൽ അതിജീവിക്കില്ലായിരുന്നു. എലഫന്റ് ഐലൻഡിൽ എത്തിയപ്പോൾ എല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ചിലര് ഓടിച്ചെന്ന് ബീച്ചിനെ ചുംബിച്ചു. ചിലര് പൊട്ടിക്കരഞ്ഞു. ചിലര് ഭ്രാന്തരെ പോലെ കൂകി വിളിച്ചു. ചിലര് ആർത്തിയോടെ വെള്ളം കുടിച്ചു. പലരും പല രീതിയിലാണ് സന്തോഷം പങ്കുവെച്ചത്. പക്ഷെ അവരുടെ സന്തോഷം അധികം നീണ്ടില്ല. ഒറ്റ നോട്ടത്തിൽ എലഫന്റ് ഐലൻഡ് ഒരു അനുഗ്രഹം പോലെ തോന്നും. അനന്തമായ മഞ്ഞുപാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വീപ് തീർച്ചയായും ഭേദമാണ്. മഞ്ഞ് പിളർന്നു പോകുമോ എന്ന് ഭയക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങുകയെങ്കിലും ചെയ്യാം. ഏതെങ്കിലും വിധത്തിൽ ഷെൽട്ടേഴ്സ് നിർമ്മിക്കാനും വിശ്രമിക്കാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതേസമയം ഈ ദ്വീപിനൊരു വലിയ പ്രശ്നവുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വാസയോഗ്യമല്ലാത്ത ദ്വീപാണ്. കാരണം ഈ ദ്വീപ് ഏകദേശം പൂർണ്ണമായും മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. പച്ചപ്പൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ 2026-ലും ഇത് സ്ഥിരമായ മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപാണ്. സാധാരണഗതിയിൽ ഒരു കപ്പലും ഇങ്ങോട്ട് വരില്ല. ഈ ദ്വീപ് എത്രത്തോളം അപകടകരമാണെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഇവർക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്തെന്നാൽ ആദ്യം ബീച്ചിന് സമീപമാണ് ഇവര് ക്യാമ്പ് കൂട്ടിയത്. എന്നാൽ അന്ന് രാത്രി ഉറങ്ങുന്നതിനിടയിൽ വളരെ ശക്തമായ കൊടുങ്കാറ്റ് കാരണം അവരുടെ ക്യാമ്പ് മുഴുവൻ പൂർണ്ണമായും തകർന്നു. അതിനു പുറമെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നനഞ്ഞു കുതിർന്ന 28 പേരും ചൂട് കിട്ടാൻ വേണ്ടി പരസ്പരം കെട്ടിപ്പുണർന്നാണ് കിടന്നത്. അടുത്ത ദിവസം തന്നെ അവര് 13 കിലോമീറ്ററുകൾക്കകലെ കുറച്ചുകൂടെ സേഫായ ഒരു സ്ഥലത്ത് ക്യാമ്പ് പുനഃസ്ഥാപിച്ചു. എലഫന്റ് ഐലൻഡിൽ എത്തിയപ്പോഴേക്കും ഇവര് ശേഖരിച്ചു വെച്ചിരുന്ന ആഹാരം മൊത്തം തീർന്നു പോയിരുന്നു. ഭാഗ്യത്തിന് ദ്വീപിൽ നിറയെ പെൻഗ്വിൻസും എലഫന്റ് സീൽസും ഉണ്ടായിരുന്നു. തൽക്കാലം അവര് ഈ ജീവികളെ വേട്ടയാടി ആഹാരം കണ്ടെത്തി. പക്ഷെ ഈ ജീവികളൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയമായിരുന്നു ഇത്. അതിനാൽ പതിയെ പതിയെ ആഹാരം കുറഞ്ഞു തുടങ്ങി.
എന്തായാലും ഇവിടെ അധികകാലം തങ്ങാൻ കഴിയില്ലെന്ന് ഷാക്കിൾട്ടന് മനസ്സിലായി. അതുമാത്രമല്ല, ഇവിടെ ഒരു കപ്പലും വരാത്തതിനാൽ വെറുതെ കാത്തിരുന്നിട്ടും കാര്യമില്ല. ഇവരിവിടെ ഉണ്ടെന്നറിഞ്ഞൂടാത്തതിനാൽ ആരും തന്നെ ഇവരെ തേടി വരാനും പോകുന്നില്ല. ഇവിടുന്ന് ഏറ്റവും സമീപത്തെ മനുഷ്യവാസമുള്ള സ്ഥലം എന്നത് സൗത്ത് ജോർജിയയാണ്. പക്ഷെ അവിടെ എത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. എന്തെന്നാൽ സൗത്ത് ജോർജിയ ഏതാണ്ട് 1300 കിലോമീറ്ററുകൾക്ക് അകലെയാണ്. തീവ്രമായ സതേൺ സമുദ്രത്തിലൂടെയാണ് അവിടെ പോകേണ്ടത്. വെറും 160 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചത് തന്നെ നരക തുല്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ 1300 കിലോമീറ്റേഴ്സ് അകലെ പോവുക എന്നത് എത്രത്തോളം ഭയാനകമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. വിജയസാധ്യത ഏകദേശം 0. എന്നിരുന്നാലും ഇതല്ലാതെ വേറെ നിവർത്തിയുണ്ടായിരുന്നില്ല. കാരണം ഈ ദ്വീപിൽ തന്നെ നിന്നാലും കുറച്ചു നാളുകൾ കഴിയുമ്പോൾ മരണം ഉറപ്പാണ്. അപ്പോൾ പിന്നെ അതിനേക്കാൾ നല്ലത് സൗത്ത് ജോർജിയയിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് തന്നെയാണെന്ന് ഷാക്കിൾട്ടനും കൂട്ടർക്കും തോന്നി. അതുകൊണ്ട് ഏപ്രിൽ 24-ന് ഷാക്കിൾട്ടൺ 5 പേരെയും കൊണ്ട് ഒരു ലൈഫ് ബോട്ടിൽ കയറി സൗത്ത് ജോർജിയയിലേക്കുള്ള അവിശ്വസനീയമായ യാത്ര തുടങ്ങി. യാത്രയ്ക്ക് മുന്നേ ഈ ബോട്ടിനെ ആശാരി വളരെ മികച്ച രീതിയിൽ മോഡിഫൈ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ യാത്ര സാധ്യമായത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിജീവന യാത്രയിലേക്കാണ് ഈ 6 പേരും ഇപ്പോൾ പോകുന്നത്. സമുദ്രത്തിലെ സാഹചര്യങ്ങളൊക്കെ വളരെ ഭയാനകമായിരുന്നു. ഈ കുഞ്ഞൻ തോണിക്ക് മുന്നിൽ തിരമാലകൾ വലിയ പർവ്വതങ്ങൾ പോലെ ഉയർന്നു പൊങ്ങി. ശക്തമായ കൊടുങ്കാറ്റുകൾ പതിവായി തോണിയിൽ വന്നിടിച്ചുകൊണ്ടിരുന്നു. നേരത്തെ പറഞ്ഞ മാരകമായ അവസ്ഥകളെല്ലാം പല മടങ്ങ് തീവ്രതയിൽ ഇവര് വീണ്ടും അനുഭവിക്കേണ്ടി വന്നു. മനുഷ്യന്റെ സഹിഷ്ണുതയുടെ അതിരിലാണ് ഇവര് ദിവസങ്ങളോളം യാത്ര ചെയ്തത്. നാവിഗേഷൻ ഏകദേശം അസാധ്യമായിരുന്നു. ആകാശം മുഴുവൻ ഇരുണ്ട മഴക്കാറുകൾ കൊണ്ട് മൂടപ്പെട്ടതിനാൽ ദിശയറിയാൻ ഇവർക്ക് മിക്കവാറും യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവം ചില സമയങ്ങളിൽ ഏതാനും ചില മിനിറ്റുകൾ നേരത്തേക്ക് മാത്രം മേഘങ്ങൾ മാറുമ്പോഴാണ് ക്യാപ്റ്റൻ വെറും സെക്സ്റ്റന്റ് മാത്രം ഉപയോഗിച്ച് ദിശ മനസ്സിലാക്കുന്നത്. എപ്പോഴും തോണി ശക്തമായി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഈ ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് ദിശ മനസ്സിലാക്കുന്നതും അത്യധികം ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ വളരെ ചെറിയൊരു പിഴവ് പറ്റിയാൽ പോലും ചിലപ്പോൾ ദ്വീപ് പൂർണ്ണമായും മിസ്സാകും. അങ്ങനെ മിസ്സായാൽ ഇവര് തുറസായ സമുദ്രത്തിൽ അലഞ്ഞു നടന്ന് കൊല്ലപ്പെടുമായിരുന്നു. ചില സമയങ്ങളിലാണെങ്കിൽ മിനിറ്റുകൾക്ക് പകരം സെക്കൻഡുകൾ മാത്രമാണ് കിട്ടിയിരുന്നത്. എന്നിട്ടും അദ്ദേഹം വളരെ കൃത്യമായി ദിശ മനസ്സിലാക്കി. ഒടുവിൽ 16 ദിവസങ്ങളുടെ കഠിനമായ ഭയാനകമായ യാത്രയ്ക്കൊടുവിൽ അവര് സൗത്ത് ജോർജിയയുടെ സമീപമെത്തി. ദ്വീപ് കണ്ടതും എല്ലാവർക്കും സമാധാനമായി. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ശക്തമായ ഒരു കൊടുങ്കാറ്റിൽ ഇവരുടെ തോണി കുടുങ്ങിപ്പോയി. തീരത്തിന് സമീപം നിറയെ പാറക്കെട്ടുകളുണ്ട്. തോണി ഇടയ്ക്കിടയ്ക്ക് ഈ പാറകളിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ എത്തിയിട്ട് ദ്വീപിൽ കയറാൻ പറ്റാതെ ചത്തുപോകുമെന്നാണ് 6 പേരും കരുതിയത്. പക്ഷേ എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ അവര് പൊരുതി. അങ്ങനെ ഒടുവിൽ 24 മണിക്കൂറുകളോളം കൊടുങ്കാറ്റുമായി മല്ലിട്ട ശേഷം അവര് മെയ് 10-ാം തീയതി സുരക്ഷിതമായി ദ്വീപിൽ കയറി. 6 പേർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. ഇതോടെ ഇവരുടെ സഹനങ്ങളെല്ലാം തീരുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒരു കപ്പലും കൊണ്ട് എലിഫന്റ് ഐലൻഡിൽ പോയി എല്ലാവരെയും രക്ഷിക്കാം എന്നാണ് 6 പേരും വിചാരിച്ചത്. പക്ഷേ വിധി അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് പുതിയൊരു വെല്ലുവിളിയായിരുന്നു. ഇവര് വന്നിറങ്ങിയത് സൗത്ത് ജോർജിയയുടെ വെസ്റ്റേൺ ഭാഗത്താണ്. നിർഭാഗ്യവശാൽ ഈ ഭാഗത്ത് മനുഷ്യവാസമില്ല. മനുഷ്യരെ കാണണമെങ്കിൽ നേരെ മറുവശത്ത് പോകണം. ഇനി എന്തായാലും തോണിയിൽ മറുവശത്തെത്താൻ സാധിക്കില്ല. കാരണം കൊടുങ്കാറ്റിൽ പെട്ടപ്പോൾ തോണി കാര്യമായി തകർന്നു. 6 പേരും ആകെ നിരാശരായി. ഇനി മറുവശത്തെത്തണമെങ്കിൽ പർവ്വതനിരകൾക്കിടയിലൂടെ നടന്നു വേണം എത്താൻ. എന്നാൽ നേരെ ചുവയെ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ 6 പേരും തളർന്നിരിക്കുകയാണ്. ഇനി നടന്ന് അവിടെ എത്തുക എന്നത് ഏകദേശം അസാധ്യമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതെ വേറെ നിവർത്തിയില്ല. കാരണം ഇവരെയും കാത്ത് 22 പേര് ഇപ്പോഴും എലിഫന്റ് ഐലൻഡിലുണ്ട്. എന്നാൽ 6 പേരിൽ 2 പേര് തീരെ അവശരാണ്. അവരുടെ കാലുകൾ നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വീങ്ങിപ്പോയി. അതിനാൽ അവർക്ക് വേണ്ടി ഇങ്ങോട്ട് വന്ന തോണി ഉപയോഗിച്ച് അവിടെ ചെറിയൊരു കുടില് കെട്ടി. എന്നിട്ട് അവരെ നോക്കാൻ ആരോഗ്യമുള്ള ഒരാളെ അവിടെ നിർത്തി. ശേഷം മെയ് 19 രാവിലെ ഷാക്കിൾട്ടൺ ഉൾപ്പെടെ ബാക്കിയുള്ള 3 പേരും കൂടെ ഈസ്റ്റിലേക്ക് യാത്രയായി. ഈ നടത്തം യഥാർത്ഥത്തിൽ അവിശ്വസനീയമാം വിധം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്തെന്നാൽ ഈ ദ്വീപിന്റെ ഉൾഭാഗം വലിയൊരു ശതമാനവും ആരും തന്നെ കാലുകുത്തിയിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു. ഭൂപടത്തിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ. അതുവഴിയാണ് ഇവര് നടക്കേണ്ടത്. ഇവിടുത്തെ ഭൂപ്രദേശം എന്നത് മുഴുവൻ പർവ്വതനിരകൾ കൊണ്ട് നിറഞ്ഞതുമാണ്. ഇവരുടെ പക്കൽ മല കയറാൻ ആവശ്യമായ പ്രത്യേക എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഈ ദ്വീപിന്റെ 75% മഞ്ഞുപാളികൾ കൊണ്ട് മൂടപ്പെട്ടതുമാണ്. വഴുതലുള്ള ഈ മഞ്ഞിലൂടെ നടക്കാൻ അവര് ബോട്ട്സിനടിയിൽ തോണിയിലുണ്ടായിരുന്ന ആണികളെടുത്ത് ഘടിപ്പിച്ചു. ആശാരിമാരുപയോഗിക്കുന്ന പിക്കാക്സ് പോലത്തെ ഒരുതരം ഉപകരണം മാത്രമായിരുന്നു ഇവരുടെ പക്കലുണ്ടായിരുന്ന ആകെയുള്ള ഒരേയൊരു ആയുധം. അതിനെ ഇവര് ഐസ് ആക്സ് പോലെ ഉപയോഗിച്ചു. ചെറിയ സോക്സുകളിലാണ് ഈ 3 പേർക്കുമുള്ള ആഹാരം കൊണ്ടുപോയത്. ഇടയ്ക്കിടയ്ക്ക് അഗാധമായ ഗർത്തങ്ങളിൽ ഇറങ്ങേണ്ടി വന്നു. ചിലപ്പോൾ വലിയ മലകൾ കയറേണ്ടി വന്നു. എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സ്ഥലമായതിനാൽ ഒരടി തെറ്റിച്ചു വെച്ചാൽ തന്നെ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. ഇടയ്ക്ക് 3 പേരും 4000 അടി ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ അതിരിൽ കുടുങ്ങിപ്പോയി. ഉടൻ തന്നെ ഇരുട്ട് വീഴാനും തുടങ്ങി. അതിനു പുറമെ വളരെ കട്ടി കൂടിയ മൂടൽമഞ്ഞും പർവ്വതത്തിനെ മൂടി. അതിന് പിന്നാലെ താപനില കുത്തനെ താഴാനും തുടങ്ങി. മുന്നിൽ കുത്തനെയുള്ള ഒരു ചരിവാണ്. അതുകൊണ്ട് സുരക്ഷിതമായിട്ടിറങ്ങാൻ സാധിക്കില്ല. വശങ്ങളിൽ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും പിന്നിലോട്ട് പോകാനും സാധിക്കില്ല. അതിനുള്ള സമയമില്ല. താപനില കുറയുന്നത് കാരണം ഇനി അധിക നേരം ഇവിടെ തന്നെ നിൽക്കാനും സാധിക്കില്ല. തണുത്തു വിറച്ച് മരിച്ചു പോകും. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ ഷാക്കിൾട്ടൺ വളരെ ഭ്രാന്തമായി ഒരു മാർഗം കണ്ടെത്തി. കയ്യിലുള്ള കയറുകളെ ഒരു കുഷൻ പോലെയാക്കി മാറ്റിയ ശേഷം അതിന്റെ പുറത്തിരുന്ന് 3 പേരും കൂടെ മുന്നിലെ കുത്തനെയുള്ള ചരിവിലൂടെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോയി. മൂടൽമഞ്ഞ് കാരണം താഴെ എന്താണെന്ന് പോലും കാണാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ താഴെ വലിയ കൊക്കയായിരുന്നെങ്കിൽ അത് എല്ലാവരുടെയും അന്ത്യമായിരുന്നേനെ. പക്ഷേ രണ്ടും കൽപ്പിച്ച് അവരത് ചെയ്തു. എങ്ങോട്ടെന്നില്ലാതെ അതിവേഗം 1000കണക്കിന് അടി താഴേക്ക് പാഞ്ഞു. ഭാഗ്യത്തിന് അവർ ചെന്നിറങ്ങിയത് മഞ്ഞ് നിറഞ്ഞ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് 3 പേരും ഒരു പരിക്കും പറ്റാതെ രക്ഷപ്പെട്ടു. ശേഷം അവരെ ഒട്ടും സമയം കളയാതെ വീണ്ടും നടന്നു. ഒടുവിൽ 36 മണിക്കൂറുകളുടെ കഠിനമായ ട്രക്കിങ്ങിന് ശേഷം ഇവര് ഈസ്റ്റിലുള്ള ഒരു വെയിലിംഗ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് നേരെ ദ്വീപിന്റെ മറുവശത്തിൽ ചെന്ന് മറ്റേ 3 പേരെയും രക്ഷിച്ചു. പക്ഷേ ഈ കപ്പൽ തീരെ ദുർബലമായ തടിക്കപ്പലാണ്. ഇതും കൊണ്ട് എലഫന്റ് ഐലൻഡിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റൊരു വെയിലിംഗ് സ്റ്റേഷനിൽ ചെന്ന് സ്റ്റീൽ കൊണ്ട് നിർമ്മിതമായി ഒരു കപ്പൽ വാടകയ്ക്കെടുത്തു. എന്നിട്ട് അതും കൊണ്ട് എലഫന്റ് ഐലൻഡിലേക്ക് പോയി. പക്ഷേ എലഫന്റ് ഐലൻഡിൽ നിന്നും വെറും 112 കിലോമീറ്റേഴ്സ് അകലെ എത്തിയപ്പോൾ കഠിനമായ മഞ്ഞുപാളികൾ കാരണം ഈ കപ്പലിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ നിരാശയോടെ അദ്ദേഹം തിരികെ പോയി. ബ്രിട്ടനിൽ പോയാൽ വളരെ ശക്തമായ കപ്പൽ ഒപ്പിക്കാൻ പറ്റും. പക്ഷെ അവിടെ വരെ പോയിട്ട് തിരികെ വരാനുള്ള സമയമില്ല. അപ്പോഴേക്കും 22 പേരും പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ടെലഗ്രാഫ് വഴി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഷാക്കിൾട്ടൺ കാര്യമറിയിച്ചു. പക്ഷേ 1-ാം ലോക മഹായുദ്ധം കാരണം കപ്പൽ റെഡിയാക്കാൻ ഇനിയും 5 മാസങ്ങൾ എടുക്കുമെന്നാണ് ഗവൺമെന്റ് റിപ്ലൈ ചെയ്തത്. കാത്തിരിക്കാൻ പറ്റാതെ ഷാക്കിൾട്ടൺ ഉറുഗ്വേയൻ ഗവൺമെന്റിനോട് അഭയം തേടി. അവര് ഒരു ശക്തമായ കപ്പൽ നൽകി. പക്ഷേ ഈ കപ്പലിനും ഐസിനെ ഭേദിച്ച് എലഫന്റ് ഐലൻഡിൽ എത്താൻ സാധിച്ചില്ല. ശേഷം അദ്ദേഹം സമീപമുള്ള ചിലിയിൽ പോയി. അവിടെ ഷാക്കിൾട്ടൺ വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു. അങ്ങനെ ആ പ്രശസ്തി ഉപയോഗിച്ച് അദ്ദേഹം മറ്റൊരു കപ്പൽ ഒപ്പിച്ചു. പക്ഷേ എലഫന്റ് ഐലൻഡിലേക്ക് പോകുന്ന വഴിക്ക് വളരെ മാരകമായ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് ഈ കപ്പലിന്റെ എഞ്ചിൻ തകർന്നു. അതിനാൽ ചിലിയിലേക്ക് തന്നെ തിരികെ പോകേണ്ടി വന്നു. ശേഷം പൂർണ്ണമായും മനസ്സ് തകർന്ന ഷാക്കിൾട്ടൺ ചിലിയൻ ഗവൺമെന്റിനോട് സഹായം അഭ്യർത്ഥിച്ചു. അവര് എൽക്കോ എന്നൊരു വളരെ പവർഫുൾ ആയ കപ്പൽ നൽകി. അങ്ങനെ 4 മാസങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങൾക്കൊടുവിൽ 4-ാം തവണയും ഷാക്കിൾട്ടൺ എലഫന്റ് ഐലൻഡിലേക്ക് യാത്രയായി. ഇത്തവണ മഞ്ഞുപാളികളെയും തകർത്തുകൊണ്ട് വിജയകരമായി എലഫന്റ് ഐലൻഡിലെത്താൻ സാധിച്ചു. ഈ 4 മാസം സമയം കൊണ്ട് 22 പേരിൽ പലരും മരിച്ചുപോയി കാണുമെന്ന ഭയം ഷാക്കിൾട്ടനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ സമയം എലഫന്റ് ഐലൻഡിൽ 22 പേരും ജീവൻ പിടിച്ചു നിർത്താൻ കഷ്ടപ്പെടുകയായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന 2 ലൈഫ് ബോട്ട്സ് ഉപയോഗിച്ച് അവരെ ചെറിയൊരു കുടില് കെട്ടി. ഇടുങ്ങിയ ഈ കുഞ്ഞൻ കുടിലിനുള്ളിൽ എല്ലാവരും കൂടി ചുരുണ്ടുകൂടി കിടക്കും. ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരുടെയും അവസ്ഥ ശോചനീയമായി കൊണ്ടിരുന്നു. പലർക്കും മാരകമായ സ്കർവി രോഗം പിടിപെട്ടു. ഫ്രോസ്റ്റ് ബൈറ്റ് കാരണം വിരലുകൾ നഷ്ടമായി. ശരീരമാസകലം നീര് കെട്ടാൻ തുടങ്ങി. ഒന്ന് നേരെ നിവർന്ന് നിൽക്കാൻ പോലും പലർക്കും കഴിയുന്നില്ല. ആദ്യം ഷാക്കിൾട്ടൺ തീർച്ചയായും തിരികെ വരുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ 4 മാസങ്ങൾ കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകൾ നഷ്ടമാകാൻ തുടങ്ങി. ആഹാരമെല്ലാം തീരാറായിരുന്നു. ഇവിടെ കിടന്നും മരിക്കാനാണ് യോഗമെന്ന് എല്ലാവരും മനസ്സിലേതാണ്ട് ഉറപ്പിച്ചു. എന്നാൽ ഒരു ദിവസം അകലെ ഒരു കപ്പൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഷാക്കിൾട്ടന്റെ എൽക്കോ ആയിരുന്നു. ഷാക്കിൾട്ടനെ അതിശയിപ്പിച്ചുകൊണ്ട് 22 പേരും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാള് പോലും നഷ്ടമായിട്ടില്ല. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ 27 പേരെയും കൊണ്ട് അന്റാർട്ടിക്കയിലേക്ക് പോയ ഷാക്കിൾട്ടൺ 27 പേരെയും കൊണ്ട് തന്നെ തിരികെ വന്നു. എൻഡ്യൂറൻസ് എക്സ്പെഡീഷൻ സംഭവിച്ചിട്ട് 1 നൂറ്റാണ്ടിൽ കൂടുതൽ കാലമായി.
ഷാക്കിൾട്ടന് അന്റാർട്ടിക്ക കീഴടക്കാൻ പറ്റിയില്ല. തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പര്യവേഷണത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ പര്യവേഷണവും ഒരു വലിയ പരാജയം തന്നെയായിരുന്നു. എന്നിട്ടും ഇപ്പോഴും നമ്മൾ ഇതിനെ ഓർക്കുന്നതിന് ഒരു കാരണമുണ്ട്. വിജയം എന്നത് എപ്പോഴും യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുന്നതായിരിക്കില്ല. ചില സമയങ്ങളിൽ വിജയം എന്നത് എല്ലാം തകരുമ്പോഴും കീഴടങ്ങാൻ വിസമ്മതിക്കുക എന്നതായിരിക്കും. പല തവണ മരണം മുന്നിൽ കണ്ടിട്ടും ഷാക്കിൾട്ടനും കൂട്ടരും പ്രതീക്ഷ കൈവിട്ടില്ല. ഓരോ വെല്ലുവിളിയെയും അവരെ തരണം ചെയ്തു. അസാധ്യമാണെന്ന് കരുതിയിരുന്നതിനെയെല്ലാം അവര് സാധ്യമാക്കി. പൂർണ്ണമായും തികഞ്ഞ ഇച്ഛാശക്തി മാത്രമായിരുന്നു അവരുടെ ബലം. ഷാക്കിൾട്ടൻ ഉൾപ്പെടെ 28 പേരിൽ ഓരോരുത്തർക്കും ഈ അതിജീവനത്തിൽ വളരെ വലിയ പങ്കുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റിയിരുന്നെങ്കിലും 28 പേരും അന്റാർട്ടിക്കയിൽ കിടന്ന് മരിച്ചേനെ. മിക്ക പര്യവേഷകരും അവരെവിടെ എത്തിപ്പെട്ടു എന്നതിന്റെ പേരിലും അവര് കൈവരിച്ച നേട്ടങ്ങളുടെ പേരിലുമാണ് ഓർമ്മിക്കപ്പെടുന്നത്. എന്നാൽ ഷാക്കിൾട്ടൺ ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹം ജീവനോടെ തിരികെ കൊണ്ടുവന്ന 27 മനുഷ്യരുടെ പേരിലാണ്. കാരണം ഈ 27 പേരുടെ ജീവന് മറ്റ് സകല നേട്ടങ്ങളെക്കാളും വിലയുണ്ട്. 1000 തവണ മരണം സംഭവിക്കേണ്ട ഒരു മഹായാത്രയ്ക്ക് ശേഷം ഷാക്കിൾട്ടന്റെ ക്രൂവിലുണ്ടായിരുന്ന ഓരോ മനുഷ്യരും ജീവനോടെ തന്നെ തിരികെ വീട്ടിലെത്തി. അതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഈ കഥയിൽ പലപ്പോഴും ലോകം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഷാക്കിൾട്ടന്റെ എൻഡ്യൂറൻസ് എക്സ്പെഡീഷനിൽ യഥാർത്ഥത്തിൽ 2 കപ്പലുകൾ ഉണ്ടായിരുന്നു. എൻഡ്യൂറൻസ് മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്ന അതേ സമയം മറ്റേ കപ്പലിലുള്ളവര് റോസ് ഐസ് ഷെൽഫിൽ, അതായത് അന്റാർട്ടിക്കയുടെ നേരെ മറുവശത്ത് ലാൻഡ് ചെയ്തിരുന്നു. ഷാക്കിൾട്ടനെയും കൂട്ടരെയും കാത്തു നിൽക്കുന്നതിനിടയിൽ ആ കപ്പലും മുങ്ങിപ്പോയി. അങ്ങനെ അവരും അന്റാർട്ടിക്കയുടെ മറുവശത്ത് കുടുങ്ങിക്കിടന്നു. 27 പേരെ നാട്ടിലെത്തിച്ച ശേഷം അന്റാർട്ടിക്കയുടെ മറുവശത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ഷാക്കിൾട്ടൺ വീണ്ടും അടുത്ത യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി. പക്ഷെ ഈ യാത്ര അവസാനിച്ചത് അത്ര സന്തോഷകരമായിട്ടല്ല.